അപർണ ബാങ്കിലെ സിസ്റ്റത്തിന് മുന്നിലിരുന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പു എന്നാണ് അവളെ എല്ലാവരും ഓമനപ്പേര് വിളിക്കാറ്. കാണാൻ സുന്ദരിയായി, കണ്ടാൽ സിനിമാ നടിമാരെ പോലെ ഭംഗിയുള്ള സുന്ദരി കുട്ടിയായിരുന്നു അവൾ. മുന്നിൽ നിൽക്കുന്ന കസ്റ്റമറിന് അക്കൗണ്ട് വർക്ക് ചെയ്തു കൊടുക്കുമ്പോഴാണ് അവളുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങിയത്. അവൾ അപ്പോൾ സിസ്റ്റത്തിൽ നിന്നും അവളുടെ കണ്ണു മാറ്റി ഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കിയപ്പോൾ വീട്ടിൽ നിന്ന് അമ്മയാണ്. അമ്മ എന്ന് പറഞ്ഞാൽ ഭർത്താവിന്റെ അമ്മ. സ്വന്തമായ അമ്മയില്ലാത്ത അവൾക്ക് ഭർത്താവിന്റെ അമ്മ സ്വന്തം അമ്മയെ പോലെ തന്നെയാണ്. തന്റെ മുന്നിൽ നിൽക്കുന്ന കസ്റ്റമറിന്റെ ട്രാൻസാക്ഷൻ കൂടി ചെയ്തു കൊടുത്തു കഴിഞ്ഞ ശേഷം അവൾ ഫോൺ കയ്യിലെടുത്തു. ഹലോ അമ്മേ. കൊണ്ടുവന്ന ലഞ്ച് ബോക്സ് മേശവലപ്പിൽ നിന്ന് എടുത്തുകൊണ്ട് അവൾ ഫോൺ ചെവിയിൽ വെച്ച് ഭക്ഷണം കഴിക്കുന്ന ഏരിയയിലേക്ക് നടന്നു. മോളെ അപ്പു, അഖില് വന്നിട്ടുണ്ട്, നീ പെട്ടെന്ന് ഇങ്ങ് വാ. അമ്മ പറഞ്ഞ വാക്കുകൾ കേട്ടതും അപ്പു ഒരു നിമിഷം സ്തംഭിച്ചു നിന്നുപോയി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീയാൻ തുടങ്ങി. അഖിലേട്ടൻ വന്നോ? സത്യമാണോ ഈശ്വര? അവളുടെ മനസ്സിൽ പല ചിന്തകളും ഓടിമറഞ്ഞു. അഖിലിന്റേതും അപ്പുവിന്റേതും പ്രണയവിവാഹമായിരുന്നു. വീട്ടുകാർക്ക് നന്നേ എതിർപ്പുള്ള വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ വീട്ടുകാരെ എല്ലാവരെയും ധിക്കരിച്ച് അപ്പു അഖിലിനൊപ്പം ഇറങ്ങിച്ചെന്ന് വിവാഹം കഴിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ അപ്പുവിന്റെ വീട്ടുകാർ എല്ലാവരും അവളുമായി ശത്രുതയിലായി. ഒരു വർഷം അഖിലിനൊപ്പം ജീവിച്ചെങ്കിലും അതിനിടയ്ക്ക് പലതവണ അപ്പു വീട്ടുകാരുമായി നന്നാവാൻ ശ്രമിച്ചിരുന്നെങ്കിലും അച്ഛനും ഏട്ടനും അടക്കം കനത്ത ദേഷ്യത്തിൽ തന്നെയായിരുന്നു. അവൾക്ക് അമ്മ ഇല്ലാത്തത് കൊണ്ട് തന്നെ അച്ഛനെയും ഏട്ടനെയും പറഞ്ഞു മനസ്സിലാക്കാനോ അവളെ സ്വീകരിക്കാനോ ആരുമില്ലായിരുന്നു. വീട്ടുകാരുടെ ആരുടെ സപ്പോർട്ടില്ലെങ്കിലും അഖിലിനോടൊപ്പമുള്ള ജീവിതം അവൾ അത്രമേൽ കൊതിച്ചതായിരുന്നു. കാരണം അഖിലെന്ന് പറയുന്നത് അവൾക്കെല്ലാമായിരുന്നു. അഖിലിന്റെ അമ്മയാണെങ്കിൽ ഒരു പഞ്ചപാവവുമായിരുന്നു. അമ്മയില്ലാത്ത അപ്പുവിന് പിന്നീട് അങ്ങോട്ടെല്ലാം അഖിലിന്റെ അമ്മയായി മാറി. ഒരു സാധാ ടെക്സ്റ്റൈൽ ഷോപ്പിൽ സെയിൽസ് ജീവനക്കാരനായിരുന്ന അഖിലിന് സ്വന്തമായൊരു ടെക്സ്റ്റൈൽ ഷോപ്പ് തുടങ്ങണമെന്ന് അതിയായ മോഹമുണ്ടായിരുന്നു. ഒളിച്ചോടി വന്ന വിവാഹമായിരുന്നതുകൊണ്ട് തന്നെ അപ്പുവിന് വീട്ടിൽ നിന്നും സ്വർണമൊന്നും കിട്ടിയിരുന്നില്ല. അവളുടെ കഴുത്തിൽ ആകെ ഉണ്ടായിരുന്ന 1.5 പവന്റെ ഒരു ചെയിനും കയ്യിലുണ്ടായിരുന്ന 2 വളകളും മാത്രമേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. അത് വിറ്റിട്ടും വീടിന്റെ ആധാരം പണയപ്പെടുത്തിയുമാണ് അഖിൽ ആദ്യമായി ഒരു ടെക്സ്റ്റൈൽ ബിസിനസ് തുടങ്ങിയത്. ആദ്യം ചെറിയ രീതിയിൽ തുടങ്ങാമെന്നും പിന്നീട് വരുമാനം വരുന്നതിനനുസരിച്ച് വലുതാക്കാമെന്നും അപ്പു അവനോട് പറഞ്ഞിരുന്നെങ്കിലും അഖിലിന് നിർബന്ധമായിരുന്നു തുടങ്ങുമ്പോൾ വലിയ രീതിയിൽ തന്നെ തുടങ്ങണമെന്ന്. വലിയ ഷോപ്പും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലേ ഷോപ്പിൽ ആള് കയറുകയുള്ളൂ എന്നും വരുമാനം ഉണ്ടാകുകയുള്ളൂ എന്നും പറഞ്ഞ് കടം വാങ്ങിയ പൈസയ്ക്ക് വലിയ രീതിയിൽ തന്നെ അവൻ ബിസിനസ് തുടങ്ങി. വലിയ പ്രതീക്ഷയോടെ തുടങ്ങിയ ആ ബിസിനസ്സിന് അഖിൽ വിചാരിച്ച രീതിയിലുള്ള വരുമാനമൊന്നും പെട്ടെന്ന് കിട്ടിയില്ല. വലിയ ഷോപ്പ് എടുത്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ ഓരോ മാസം കൂടുമ്പോഴും ഷോപ്പിന്റെ റെന്റ് കൊടുക്കാൻ പോലും അഖിൽ വളരെ ബുദ്ധിമുട്ടുകയായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ സ്റ്റോക്ക് എടുത്തതും ഷോപ്പിൽ നിർത്തിയ ജോലിക്കാരുടെ ശമ്പളവും അങ്ങനെ പലതും കൂടി വന്നപ്പോൾ അഖിൽ കടക്കെണിയിൽ പെട്ടുപോയി. അപ്പോഴൊക്കെയും എല്ലാം ശരിയാകുമെന്ന് പറഞ്ഞ് അവനെ സമാധാനിപ്പിച്ചുകൊണ്ട് അപ്പു ഒപ്പമുണ്ടായിരുന്നു. ജോലിക്കാരെയൊക്കെ തൽക്കാലം പറഞ്ഞു വിടാമെന്നും താൻ സെയിൽസ് ഗേളായി നിന്നോളാമെന്നുമൊക്കെ അവൾ അഖിലിനോട് പറഞ്ഞു. അവനോടൊപ്പം ജീവിക്കാൻ, അവനൊന്ന് കരകയറി കാണാൻ, എങ്ങനെ ജീവിക്കാൻ അവൾ തയ്യാറായിരുന്നു. എന്ത് കഷ്ടപ്പെടാനും അവൾ തയ്യാറായിരുന്നു. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്ന അപ്പു അഖിലിനെ കണ്ടില്ല. നേരത്തെ എണീറ്റ് കാണുമെന്ന് കരുതി മുടി വാരിക്കെട്ടി കുളിക്കാൻ ബാത്റൂമിലേക്ക് പോകുമ്പോഴാണ് കട്ടിലിനടുത്തുള്ള ചെറിയൊരു ടീപ്പോയിൽ ഒരു കത്ത് അവൾ കണ്ടത്. അതെടുത്ത് വായിച്ചതും തല കറങ്ങി വീണതേ അവൾക്ക് ഓർമ്മയുള്ളൂ. തുടങ്ങി വെച്ച ടെക്സ്റ്റൈൽ ഷോപ്പും ഇതുവരെ ഉണ്ടാക്കിയ കടങ്ങളുമെല്ലാം ബാക്കി വെച്ചിട്ട് അഖിൽ നാട് വിട്ടു പോയിരിക്കുന്നു. രാവിലെ നേരത്തെ എണീക്കുന്ന അവളെ അടുക്കളയിലേക്ക് കാണാഞ്ഞ് എന്തോ വയ്യായികയാണെന്ന് കരുതി റൂമിലേക്ക് വിളിക്കാൻ വന്ന അഖിലിന്റെ അമ്മ കാണുന്നത് നിലത്ത് ബോധമില്ലാതെ കിടക്കുന്ന അപ്പുവിനെയാണ്. താങ്ങിപ്പിടിച്ച മുഖത്ത് വെള്ളം തളിച്ച് എണീപ്പിക്കുമ്പോൾ അവൾ പൊട്ടിക്കരയുകയായിരുന്നു. കരഞ്ഞുകൊണ്ട് അവൾ ആ കത്ത് അമ്മയ്ക്ക് നേരെ നീട്ടി. കാര്യമറിഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മയ്ക്കാകെ വിറയ്ക്കുന്ന പോലെ തോന്നി. സ്വന്തം മോൻ പോയതിലുള്ള വേദനയുണ്ട്. എന്നാലും എല്ലാ കടഭാരങ്ങളും ഈ 2 പെണ്ണുങ്ങളുടെ തലയിലിട്ട് അവൻ കടന്നു കളഞ്ഞല്ലോ എന്നോർക്കുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അമ്മയ്ക്കും അറിയുന്നില്ലായിരുന്നു. ഞാൻ എന്താ അമ്മ ചെയ്യേണ്ടത്? വീട്ടുകാരെ മുഴുവൻ വെറുപ്പിച്ചത് അഖിലേട്ടന് വേണ്ടിയാ. ഇത്രമേൽ കടമുണ്ടായിട്ടും ഒരു വാക്കുകൊണ്ട് പോലും ഒന്നും പറയാതെ എല്ലാത്തിനും ഒപ്പം നിന്നതും അഖിലേട്ടനൊന്ന് രക്ഷപ്പെട്ട് കാണാൻ വേണ്ടിയാണ്. എന്നിട്ട് എന്നെ ചതിച്ചു പോയി കളഞ്ഞില്ലേ അമ്മേ? നമുക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരു കംപ്ലൈന്റ് കൊടുത്താലോ? അഖിലേട്ടന് കടുങ്കൈയൊന്നും ചെയ്യാൻ തോന്നാതിരുന്നാൽ മതിയായിരുന്നു. എനിക്ക് പേടിയാകുന്നു. അവൾ അമ്മയുടെ മുന്നിൽ പൊട്ടിക്കരഞ്ഞപ്പോൾ അമ്മ ഷോക്കേറ്റ പോലെ നിൽക്കുകയായിരുന്നു. ഒരു നിമിഷം അമ്മ എന്തോ ഒന്ന് ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിന്നു. ശേഷം അവൾക്കരികിലേക്ക് വന്ന് അവളുടെ മുഖത്തു കൂടെ ഒന്ന് തലോടി. മോളെ എണീക്ക്. നിലത്തിരിക്കുകയായിരുന്ന അവളെ അമ്മ പിടിച്ചെണീപ്പിച്ച് കട്ടിലിൽ ഇരുത്തി. മോള് കരയരുത്. അവനെ തേടി നമ്മൾ എന്തിനു പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കാനാ? അവൻ അവന്റെ കാര്യം നോക്കി കടന്നു കളഞ്ഞില്ലേ? ഇത്രയും ബാധ്യതകളും ഉണ്ടാക്കി വെച്ച് വീടിന്റെ ആധാരം വരെ പണയപ്പെടുത്തി നമ്മൾ 2 പെണ്ണുങ്ങളെ തനിച്ചാക്കി അവൻ പോയില്ലേ? അവനെ പറ്റി ഓർത്ത് എന്റെ മോൾ ഒരിക്കലും കരയരുത്.
അവനെ മാത്രം വിശ്വസിച്ചിറങ്ങി വന്ന പെണ്ണായ നിന്നോട് ഒരു തരി സ്നേഹമുണ്ടായിരുന്നെങ്കിൽ അവൻ അങ്ങനെ ചെയ്യുമായിരുന്നോ? അതുകൊണ്ട് അവനെ കുറിച്ച് ഓർത്ത് എന്റെ മോള് കരയരുത്. ഷോപ്പ് നമുക്ക് കിട്ടുന്ന വിലയ്ക്ക് വിൽക്കാം. നമുക്ക് ജീവിച്ചു പോകാൻ അമ്മയ്ക്ക് ഇവിടെ പശു ഉണ്ടല്ലോ. അതിന്റെ പാല് വിറ്റ് കിട്ടുന്ന പൈസ മതി നമുക്ക് രണ്ടുപേർക്കും തൽക്കാലം ജീവിക്കാൻ. അതും പോരെങ്കിൽ മോൾക്ക് എന്തെങ്കിലും ചെറിയൊരു ജോലി നോക്കാം. ഉപേക്ഷിച്ചു പോയവരെ കുറിച്ച് ഓർത്ത് കരയാതെ അന്തസ്സായിട്ട് ജീവിച്ച് കാണിച്ചു കൊടുക്കണം. അവൻ എന്തായാലും നമ്മളെ കളഞ്ഞിട്ട് പോയി. ഇനി അവൻ വരുമ്പോൾ വരട്ടെ. നമുക്ക് അമ്മ പറഞ്ഞതുപോലെ ചെയ്യാം. ഷോപ്പ് വിറ്റ് കടം വീട്ടാം. ഇനി അഥവാ അവൻ വന്നില്ലെങ്കിൽ മോളെ അമ്മ മറ്റൊരു വിവാഹം കഴിപ്പിച്ചു വിടും. അമ്മയ്ക്ക് ജീവനുള്ളിടത്തോളം കാലം അമ്മ മോളെ കൈവിടില്ല. ആരുമില്ലെന്നോർത്ത് മോളെ കരയരുത്. എനിക്ക് സ്വന്തം മോളെ പോലെ തന്നെയാണ് നീ. അവളെ ചേർത്ത് പിടിച്ച് അമ്മ പൊട്ടിക്കരയുമ്പോൾ എന്ത് ചെയ്യണമെന്നറിയാത്ത നിസ്സഹായാവസ്ഥയിൽ അമ്മയെ ചേർത്ത് പിടിച്ച് അവളും കരയുകയായിരുന്നു. 2 വർഷക്കാലമായി അഖിലേട്ടൻ പോയിട്ട്. അന്നു മുതൽ അമ്മയും താനും തനിച്ചാണ്. കഴിഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയിലേക്ക് വന്നപ്പോൾ അപ്പുവിന്റെ കണ്ണുകൾ വല്ലാതെ നിറഞ്ഞു വന്നു. കയ്യിൽ വെച്ച ചോറ്റുപാത്രം അതേപോലെ തന്നെ മൂടി വെച്ചുകൊണ്ട് ഹാഫ് ഡേ ലീവ് എടുത്ത് ഒരു ഓട്ടോ വിളിച്ച് അവൾ വീട്ടിലേക്ക് തിരിച്ചു. ഓട്ടോയിൽ പോകുമ്പോഴും അവളുടെ മനസ്സ് മുഴുവൻ അഖിലായിരുന്നു. അഖിലേട്ടൻ തിരിച്ചു വന്നല്ലോ ദൈവമേ, ഇത്ര നാളുള്ള എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ. 2 വർഷം കഴിഞ്ഞു എന്റെ അഖിലേട്ടനെ ഒന്ന് കണ്ടിട്ട്. അവളുടെ മനസ്സ് അഖിലിനെ കാണാനായി കൊതിച്ചു. ഓട്ടോ അവളുടെ വീടിന് മുന്നിൽ വന്നു നിൽക്കുമ്പോൾ ഉമ്മറത്തെ മുറ്റത്ത് ഒരു കാർ ഉണ്ടായിരുന്നു. ഓട്ടോയിൽ നിന്നും വേഗത്തിലിറങ്ങി ഓട്ടോക്കാരന് പൈസ കൊടുത്ത് ഉമ്മറത്തേക്ക് നടക്കുമ്പോൾ അവൾ ആ കാറിലേക്കൊന്നു നോക്കി. അഖിലേട്ടൻ വന്ന കാർ ആവാനാണ് സാധ്യത അവൾക്കപ്പോൾ തോന്നി. ചിലപ്പോൾ കടങ്ങളൊക്കെ തീർക്കാനുള്ള വിധത്തിൽ നല്ലൊരു നിലയിലെത്തിയപ്പോൾ തിരികെ വന്നതായിരിക്കും. അവനെ കാണാനുള്ള ധൃതിയിൽ അകത്തേക്ക് ഓടിക്കയറുമ്പോൾ അവളുടെ ചെരുപ്പുകൾ രണ്ടും സ്റ്റെപ്പിന്റെ 2 സൈഡിലേക്കായി തെറിച്ചു പോയിരുന്നു. അത്രമേൽ സ്പീഡുണ്ടായിരുന്നു അവളുടെ നടത്തത്തിന്. അകത്തെത്തിയപ്പോൾ കണ്ടു സോഫയിൽ ഒരു വശത്ത് താടിക്ക് കൈകൊടുത്ത് കരയുന്ന അമ്മയെയും അതിന് തൊട്ടപ്പുറത്തായിരിക്കുന്ന അഖിലിനെയും. അപ്പുവിനെ കണ്ടതും അഖിലൊന്ന് സോഫയിൽ നിന്ന് എണീറ്റു. അഖിലേട്ടാ, ഇടറുന്ന സ്വരത്തോടെ അവൾ വിളിച്ചു. അവനെ ഒന്ന് ചേർത്ത് പിടിക്കാൻ, കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കാൻ, ഇതുവരെ തങ്ങളെ തനിച്ചാക്കി പോയതിനുള്ള പരാതി പറയാൻ, പരിഭവം കൊണ്ട് മൂടാൻ അവനരികിലേക്ക് അവൾ ഓടിച്ചെല്ലുമ്പോഴാണ് അകത്തുനിന്ന് ഒരു കുഞ്ഞിന്റെ കരച്ചിൽ അവൾ കേട്ടത്. അഖിലിന്റെ അടുത്തെത്താനായപ്പോൾ ആ കരച്ചിൽ കേട്ടതും അവൾ അവിടെ നിന്നുപോയി. അപ്പോൾ അകത്തുനിന്ന് വീണ്ടും കേട്ടു ഒരു കുഞ്ഞിന്റെ കരച്ചിൽ. ഒപ്പം ആ കുഞ്ഞിനെ ആശ്വസിപ്പിക്കുന്ന ഒരു സ്ത്രീയുടെ ശബ്ദവും. അപ്പു ആകെ ഒന്ന് ഷോക്കായ പോലെ അവിടെ നിന്നു. അവളെ കണ്ടപ്പോൾ അമ്മ സങ്കടത്തോടെ അവളെ നോക്കി. ശേഷം കണ്ണു തുടച്ചുകൊണ്ട് സോഫയിൽ നിന്ന് എണീറ്റ് അമ്മ അവൾക്കരികിലേക്ക് ചെന്നു. എന്തിനാ കുട്ടിയെ നീ ഇങ്ങനെ ഓടി വന്നത്? ഇവന്റെ പുതിയ ഭാര്യയെയും കുഞ്ഞിനെയും കാണാനോ? അമ്മ അത് ചോദിച്ചതും ഒരു കത്തി അവളുടെ നെഞ്ചിലേക്ക് കുത്തി ഇറങ്ങുന്ന പോലെയാണ് അപ്പുവിന് തോന്നിയത്. അമ്മ എന്താണ് പറയുന്നത്? അഖിലേട്ടന് വേറെ ഭാര്യയോ കുഞ്ഞോ? അമ്മ എന്താണ് പറയുന്നത്? അവൾ അപ്പോൾ അമ്മയെ പിടിച്ചു കുലുക്കിക്കൊണ്ട് ചോദിച്ചു. അതേ മോളെ, ഈ നന്ദിയില്ലാത്തവൻ വേറൊരു കല്യാണം കഴിച്ചു. അതിലൊരു കുഞ്ഞുമായ ശേഷമായി ഇങ്ങോട്ട് തിരിച്ചു വന്നിരിക്കുന്നത്. നിന്നെ ബാങ്കിലേക്ക് വിളിച്ചപ്പോൾ പറയണമെന്നുണ്ടായിരുന്നു എനിക്ക്. കുറച്ചു നേരം കുട്ടിയുടെ മനസ്സ് വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയാ അപ്പോൾ പറയാതിരുന്നത്. അമ്മ അത് പറഞ്ഞപ്പോൾ നിസ്സഹായാവസ്ഥയിൽ അവൾ ഒരു നിമിഷം അഖിലിനെ നോക്കി. അഖിലേട്ടൻ അവളുടെ പഴയ അഖിലേട്ടനല്ല എന്ന് അവൾക്ക് മനസ്സിലായി. അവിടെ നിന്ന് പോകുമ്പോഴുള്ള രൂപവും ഭാവവും അല്ലായിരുന്നു അഖിലിനപ്പോൾ. അന്ന് മെലിഞ്ഞിട്ടായിരുന്നെങ്കിൽ ഇപ്പോൾ നന്നായി വണ്ണം വെച്ചിരിക്കുന്നു. ബോഡിയെല്ലാം ഒന്ന് ജിമ്മ് പോലെയുണ്ട്. വെളുത്ത ഷർട്ടും ബ്ലൂ ജീൻസും കട്ടിത്താടിയും ഒക്കെയായി അഖിലേട്ടൻ എത്രയോ മാറിയിരിക്കുന്നു. അവന്റെ മാറ്റം കണ്ട് മനസ്സ് സന്തോഷിക്കാൻ തുടങ്ങുമ്പോഴേക്കും ഭാര്യയും കുഞ്ഞുമെന്ന് ചെവിയിൽ കേട്ടത് അവളെ ഞെട്ടിച്ചു. അപ്പോഴാണ് പിറകിൽ നിന്നൊരു കുഞ്ഞിന്റെ കരച്ചിൽ അപ്പു കേട്ടത്. അപ്പു ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കയ്യിൽ ഒരു കൈക്കുഞ്ഞുമായി നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ. കരയുന്ന കുഞ്ഞിനെ തോളിൽ തട്ടി ആശ്വസിപ്പിക്കുന്ന ആ പെൺകുട്ടിയെയും അഖിലിനെയും അപ്പു ഒരു നിമിഷം മാറി മാറി നോക്കി. അപ്പു, കാര്യങ്ങളെല്ലാം ഞാൻ പറയാം. നീ ഇവിടെ ഉണ്ടാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഞാൻ പോയപ്പോൾ നീ പോയി കാണുമെന്നാ കരുതിയത്. നീ എന്നെ മനസ്സിലാക്കണം അപ്പു, സംഭവിച്ചു പോയി. അഖിൽ എന്തൊക്കെയോ പറയാൻ വന്നപ്പോഴേക്കും അപ്പു കൈനീട്ടി അവനെ തടഞ്ഞു. അപ്പുവോ? ആരുടെ അപ്പു? വിളിക്കരുത് തന്നെ അങ്ങനെ. നിങ്ങൾ എന്നെ ഉപേക്ഷിച്ചു പോയിട്ട് 2 വർഷം കഴിഞ്ഞു. എന്നിട്ടും ഈ നിമിഷം വരെ, നിങ്ങളെ കാണുന്നതിന് തൊട്ടു മുൻപ് വരെ നിങ്ങളെ മാത്രം മനസ്സിലിട്ടുകൊണ്ട് നടന്ന പെണ്ണാ ഞാൻ. ജീവിക്കാൻ വേറെ ആണുങ്ങളെ കിട്ടാഞ്ഞിട്ടല്ല. അന്നും ഇന്നും മനസ്സിൽ നിങ്ങൾ മാത്രമുള്ളതുകൊണ്ട് അതിന് തോന്നിയിട്ടില്ല. ഇപ്പൊ വേറെ ഒരു കല്യാണം കഴിച്ച് അതിലൊരു കുഞ്ഞുമായി കയറി വന്നിട്ട് ഞാൻ മനസ്സിലാക്കണമെന്ന് അല്ലേ? അപ്പു അഖിൽ പറയാൻ വന്നതിനെ അത്രയും തടഞ്ഞുകൊണ്ട് പറഞ്ഞു. അപ്പു, നിനക്കറിയാലോ, ഞാൻ കടം കയറിയിട്ടാണ് ഇവിടെ നിന്നും നാട് വിട്ടതെന്ന്. ഈ നിൽക്കുന്ന ഇവളുടെ പപ്പയാണ് മരിക്കാൻ പോയ എന്നെ രക്ഷിച്ചൊരു ജോലി തന്നത്. അദ്ദേഹത്തിന് എന്നെ ഇഷ്ടമായതുകൊണ്ട് വിവാഹവും കഴിപ്പിച്ചു. നാട്ടിൽ വരണമെന്നും അമ്മയെ കാണണമെന്നും ഇവൾ എപ്പോഴും പറയുമായിരുന്നു. അങ്ങനെയാ വന്നത്. പക്ഷേ ഞാൻ നാട് വിട്ടുപോയപ്പോൾ നീ വേറൊരു ജീവിതത്തിലേക്ക് കടന്നു കാണുമെന്ന് കരുതി, അഖിൽ പറഞ്ഞു. നിങ്ങൾക്കതിന് കഴിയുമായിരിക്കും മിസ്റ്റർ അഖിൽ. ഒരു പെണ്ണിനെ സ്നേഹിച്ച് വീട്ടിൽ നിന്ന് ഇറക്കിക്കൊണ്ടുവന്ന് കല്യാണം കഴിച്ചു.
എന്നിട്ട് അവളെ ഉപേക്ഷിച്ചു പോയി വേറെ ഒരു പെണ്ണിനെ കെട്ടി അതിൽ കുട്ടിയെയും ഉണ്ടാക്കി സന്തോഷത്തോടെ ജീവിക്കാൻ നിങ്ങൾക്ക് കഴിയുമായിരിക്കും. അപ്പു അപ്പോൾ അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലി അവന് നേരെ പൊന്തിച്ചു കാണിച്ചു. പക്ഷേ എന്റെ കഴുത്തിൽ കിടക്കുന്ന ഈ താലി ഉണ്ടല്ലോ, ഇതിന് വില കൽപ്പിക്കുന്ന ഒരു പെണ്ണിനും അതിന് കഴിയില്ല. ഈ നിമിഷം വരെ ഇത് കഴുത്തിൽ നിന്ന് ഊരി മാറ്റാതെ കൊണ്ടു നടന്നവളാണ് ഞാൻ. ഇനി എനിക്കിത് വേണ്ട. നിറഞ്ഞു വന്ന കണ്ണുനീരിനെ 2 കൈകൊണ്ട് തുടച്ച ശേഷം അവൾ അവളുടെ കഴുത്തിൽ നിന്ന് ആ താലി പൊട്ടിച്ചെടുത്തു. എന്നിട്ട് അവൾ അഖിലിന്റെ അമ്മയ്ക്കരികിലേക്ക് ചെന്നു. ഞാനും അമ്മയും തമ്മിലൊരു ബന്ധമുണ്ടായിരുന്നു. അതിപ്പോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. ഇനി ഞാൻ അമ്മയുടെ മോന്റെ ഭാര്യയല്ല. ഞാൻ പോവാണമ്മേ. പുതിയ മരുമകളും കുഞ്ഞുവാവയും ഒക്കെയായി നിങ്ങൾ സന്തോഷായിട്ട് ജീവിക്കുക. അപ്പു കരഞ്ഞുകൊണ്ട് അമ്മയോട് പറഞ്ഞപ്പോൾ അമ്മയും പൊട്ടിക്കരയുകയായിരുന്നു. പൊന്നുമോളെ, നിന്നെ ഞാൻ അങ്ങനെ ഇറക്കി വിടുമെന്ന് തോന്നുന്നുണ്ടോ? നീ ഒരു വാക്ക് പറഞ്ഞാൽ മതി. ഈ വീട് എന്റെ പേരിലാണ്. ഞാൻ തീരുമാനിക്കും ഇവിടെ ആര് താമസിക്കണമെന്ന്. അമ്മ പറഞ്ഞു. വേണ്ടമ്മേ, അമ്മ എന്നെ നിർബന്ധിക്കരുത്. ഇനി എന്ത് ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇവിടെ താമസിക്കുന്നത്? താമസിച്ചാൽ തന്നെ എനിക്കൊരു സമാധാനം ഉണ്ടാകുമെന്ന് അമ്മ കരുതുന്നുണ്ടോ? ഈ 2 വർഷം നീറിയാ ഞാൻ ജീവിച്ചത്. അതിലും വലിയ നീറ്റൽ അനുഭവിച്ചുകൊണ്ട് ഇനിയും ഞാൻ തുടരണോ അമ്മേ? അമ്മയെ കാണാൻ ഞാൻ വരും. എവിടെയാണെങ്കിലും ഞാൻ വരും. പക്ഷേ ഇനി ഇവിടെ നിൽക്കാൻ മാത്രം അമ്മ നിർബന്ധിക്കരുത്. പോവാണമ്മേ. മാറി ഉടുക്കാൻ ഒരു 2 കൂട്ടം ഡ്രസ്സ് മാത്രം ഞാൻ എടുക്കുന്നുണ്ട്. വേറൊന്നും എനിക്ക് വേണ്ട. അവൾ അത് പറഞ്ഞ് അവളുടെ മുറിയിലേക്ക് ഓടി. അഖിലിന്റെ മുഖത്ത് പോലും നോക്കാതെ ദേഷ്യഭാവത്തിൽ അമ്മ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അകത്തേക്ക് പോയ അപ്പു അല്പനേരം കൊണ്ട് തന്നെ കയ്യിൽ ഒരു കുഞ്ഞു ബാഗുമായി പുറത്തേക്ക് വന്നു. ഇനി യാത്ര പറയാൻ നിൽക്കുന്നില്ല. അത് പറഞ്ഞ് അമ്മയുടെ മുൻപിലൂടെ അവൾ ഇറങ്ങിപ്പോരുമ്പോൾ ഒന്നിടം കണ്ണാലെ അവൾ അഖിലിനെ നോക്കി. അഖിലേട്ടൻ ഒരു ആൺകുട്ടിയാണെന്ന് കരുതിയാ ഞാൻ അഖിലേട്ടനൊപ്പം ഇറങ്ങിപ്പോന്നത്. പക്ഷേ തരം നോക്കി പെണ്ണുങ്ങളെ മാറ്റിയെടുക്കുന്ന കൂട്ടത്തിലാണെന്ന് അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ വീടും വീട്ടുകാരെയും വെറുപ്പിച്ച് ഞാൻ വരില്ലായിരുന്നു. എന്തായാലും നന്ദിയുണ്ട് എന്റെ ജീവിതം നശിപ്പിച്ചു തന്നതിന്. തീർത്താൽ തീരാത്ത നന്ദിയുണ്ട്. അവൾ അത് പറഞ്ഞപ്പോൾ അഖിലിന്റെ മുഖമാകെ വല്ലാതെ ആയി പോയിരുന്നു. ബാഗുമായി അവൾ അപ്പോൾ അഖിലിന്റെ ഭാര്യയ്ക്ക് അടുത്തേക്ക് ചെന്നു. ഒന്നും അറിയാതെ അവളുടെ തോളിൽ കിടക്കുന്ന ആ പിഞ്ചു കുഞ്ഞിനെ അവൾ ഒന്ന് തലോടി. ശേഷം അവന്റെ പുതിയ ഭാര്യയെ ഒന്ന് സഹതാപത്തോടെ നോക്കി. ഞാൻ പ്രാർത്ഥിക്കാം കുട്ടി, നിന്നെ ഈ മനുഷ്യൻ ഉപേക്ഷിക്കാതെ ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അത് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അവൾ ആ വീടിന്റെ പടിയിറങ്ങി. റോഡിലിറങ്ങി നടക്കുമ്പോൾ എങ്ങോട്ട് പോകണമെന്നറിയില്ലായിരുന്നു അവൾക്ക്. തിരിച്ചു പോകാൻ ഒരു വീട് പോലും ആ പാവത്തിനില്ലായിരുന്നു. എല്ലാവരെയും വെറുപ്പിച്ച് അഖിലിനൊപ്പം ഇറങ്ങി വന്നതുകൊണ്ട് തന്നെ ആരും സ്വീകരിക്കാനില്ല. വീട്ടിലേക്ക് കയറി ചെന്നാൽ അച്ഛനും ഏട്ടനും എപ്പോൾ ചവിട്ടി പുറത്താക്കി എന്ന് ചോദിച്ചാൽ മതി. പുറത്തേക്ക് വന്ന കരച്ചിൽ കൈകൊണ്ട് അമർത്തിപ്പിടിച്ച് ആ ബാഗും കയ്യിൽ പിടിച്ച് അവൾ അങ്ങനെ മുന്നോട്ട് നടന്നു. ഓരോ ചുവട് നടക്കും തോറും അവളുടെ മുൻപിൽ ആ ചോദ്യചിഹ്നം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. താൻ എങ്ങോട്ടാണ് പോകുന്നത്? ആരാണ് തനിക്കുള്ളത്? ആരുമില്ല. വീട്ടിൽ കയറി ചെന്നാൽ അവരുടെ ആട്ടും തൊഴിയും കിട്ടുന്നതിനേക്കാൾ ഭേദം മരിക്കുന്നതാണ്. ആ ചിന്ത മനസ്സിൽ വന്നതും ഒരു നിമിഷം അവളൊന്നങ്ങനെ നിന്നു. അല്ലെങ്കിലും താൻ ആർക്കു വേണ്ടി ജീവിക്കണം? ഒന്ന് ആശ്വസിപ്പിക്കാനോ തലോടാനോ ഒരമ്മ പോലും തനിക്കില്ല. കല്യാണം കഴിഞ്ഞ് ഈ നാളുവരെ പ്രാണന് തുല്യം സ്നേഹിച്ച ഭർത്താവും ഇന്ന് മറ്റൊരാളുടേതായി കഴിഞ്ഞു. ഇനി ആർക്കു വേണ്ടിയാണ് താൻ? അറിയില്ല. മനസ്സിൽ മരണം കണക്കുകൂട്ടി അവൾ ഓരോ ചുവടും മുന്നോട്ട് നടന്നു. നടന്ന് അവൾ മെയിൻ റോഡ് എത്തി. റോഡിൽ നിറയെ വാഹനങ്ങളാണ്. പ്രൈവറ്റ് ബസ്സുകൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട്. അതിന്റെ ഏതിന്റെയെങ്കിലും മുൻപിലേക്ക് എടുത്തു ചാടിയാലോ എന്ന് അവൾ ഒരു നിമിഷം ആലോചിച്ചു. അവൾ ഒന്ന് ചുറ്റും കണ്ണോടിച്ചു നോക്കി. നിറയെ ആളുകളുണ്ട് റോഡിലെങ്ങും. ചിലപ്പോൾ ഇവരൊക്കെ കൂടെ തന്നെ എടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാലോ? പരിക്കുപറ്റി ജീവൻ പോകാതെ കിടന്നുപോയാൽ തനിക്ക് ആരുണ്ട്? ആരുമില്ല. താൻ ഒറ്റയ്ക്കാണ്. ഈ ഭൂമിയിൽ സ്വന്തമെന്ന് പറയാൻ ആരുമില്ലാതെ താൻ ഒറ്റയ്ക്ക്. ദൈവമേ, ഇങ്ങനെ ഒരു ഗതി ആർക്കും വരുത്തരുതേ. അവൾ ഒരു നിമിഷം മനസ്സിൽ പ്രാർത്ഥിച്ചു. ശേഷം മെയിൻ റോഡിൽ നിന്നും കാട്ടിലേക്ക് പോകുന്ന വഴിയുള്ള കട്ട് റോഡിന് കയറി പതുക്കെ നടക്കാൻ തുടങ്ങി. ഇതിലൂടെ ആകുമ്പോൾ ധാരാളം വാഹനങ്ങൾ വരാനില്ല. കാട്ടിലേക്ക് തടിയെടുക്കാൻ പോകുന്ന ലോറികളും മറ്റും വല്ലപ്പോഴുമേ വരൂ. അതിലേതിന്റെയെങ്കിലും മുൻപിൽ ചാടാം. അതാകുമ്പോൾ ആരും കാണാനില്ല. ഇവിടെ കിടന്ന് മരിച്ചോളും. അവൾ കണക്ക് കൂട്ടി. ഒരു നിമിഷം അവൾ അവളുടെ കയ്യിലിരിക്കുന്ന ബാഗിലേക്ക് നോക്കി. മരിക്കാൻ പോകുന്ന താനെന്തിനാണ് 2 കൂട്ടം ഡ്രസ്സൊക്കെ എടുത്തിറങ്ങിയത്? അറിയില്ല. അപ്പോൾ അതൊന്നും ചിന്തിച്ചില്ലല്ലോ. തന്നെ ചതിച്ചവന്റെ മുൻപിൽ നിന്ന് എങ്ങനെയെങ്കിലും ഇറങ്ങി ഓടണമെന്ന് മാത്രമേ അപ്പോൾ ഉണ്ടായിരുന്നുള്ളൂ. ദൈവം തന്ന ജീവിതം താൻ ദൈവത്തിന് തന്നെ ഏൽപ്പിക്കുകയാണ്. തന്റെ മുൻപിൽ ഒരു വണ്ടി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവൾ ആ റോഡിന് പതിയെ നടന്നു. കണ്ണെത്താ ദൂരത്തോളം നീണ്ടുകിടക്കുന്ന ആ റോഡിലേക്ക് സൂക്ഷ്മതയോടെ നോക്കിക്കൊണ്ടാണ് അവൾ ഓരോ ചുവടും മുന്നോട്ട് വെച്ചത്. പതുക്കെ നടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോൾ അവൾ കണ്ടു അങ്ങ് ദൂരെയായി വരുന്ന ഒരു ലോറിയുടെ തലഭാഗം. അത് കണ്ടതും അവൾ അവളുടെ മനസ്സിൽ അല്പം ധൈര്യം സംഭരിച്ചു.
ധൈര്യം സംഭരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മരിക്കാനുള്ള ധൈര്യം ആവശ്യത്തിൽ കൂടുതലുണ്ട്. പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതെ, ആരും തുണയില്ലാതെ ഒറ്റപ്പെടുമ്പോൾ വരുന്ന ഒരു തരം പ്രത്യേക ധൈര്യം. ആ ലോറി അവളുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതിന്റെ തലക്കെട്ട് അവളുടെ കണ്ണിൽ തെളിഞ്ഞു കണ്ടു. രാജാവ്, അതായിരുന്നു ലോറിയുടെ പേര്. അവൾ ആ പേരൊന്ന് പതുക്കെ തന്റെ മനസ്സിൽ വായിച്ചു. ലോറി അടുത്തെത്താനായി എന്ന് കണ്ടപ്പോൾ ചാടാനുള്ള വിധത്തിൽ അവൾ ഒന്ന് റോഡിന്റെ നടുവിലേക്കെന്ന പോലെ നിന്നു. പക്ഷേ പെട്ടെന്ന് ലോറി അരികിലെത്തിയതും അവൾ ലോറിക്ക് മുൻപിലേക്ക് ചാടിയതും ലോറി ഡ്രൈവറായ ചെറുപ്പക്കാരൻ പെട്ടെന്ന് അവളെ കണ്ടതും ഒരുമിച്ചായിരുന്നു. അവളെ കണ്ടതും മറ്റൊന്നും നോക്കാതെ അവൻ പെട്ടെന്ന് തന്നെ ലോറി സൈഡിലേക്ക് വെട്ടിച്ച് ബ്രേക്കിട്ട് മുൻപിൽ കാണുന്ന മരത്തിൽ കൊണ്ടുചെന്ന് വലിയ ശബ്ദത്തോടെ ആ ലോറി ഇടിച്ചു നിർത്തി. തട്ടിയില്ല എന്ന പോലെ നിസാരമായ ഒരു പരിക്ക് പോലും ദേഹത്തേൽക്കാതെ അപ്പു രക്ഷപ്പെട്ടു. പണ്ടാരമടക്കാൻ ഇവളൊക്കെ എവിടെ നോക്കിയാ നടക്കുന്നത്? ആളെ കൊലപാതകയാക്കാൻ. ലോറിയിലിരുന്ന ഡ്രൈവർ ചെറുപ്പക്കാരൻ എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു. അവൻ പെട്ടെന്ന് തന്നെ ലോറിയിൽ നിന്ന് ചാടിയിറങ്ങി. അപ്പു അപ്പോൾ സംഭവിച്ചതെന്താണെന്നറിയാതെ തരുത്തു നിൽക്കുകയായിരുന്നു. എവിടെ നോക്കിയാ പുന്നാര മോളെ നടക്കുന്നത്? അത് പറഞ്ഞുകൊണ്ട് അവൻ അവൾക്കരികിലേക്ക് ചെന്ന് അവളുടെ മുഖത്ത് ആഞ്ഞൊരടി അടിച്ചു. ആ അടി കവിളിൽ തട്ടിയപ്പോഴാണ് അവൾക്ക് സ്ഥലകാല ബോധം വന്നത്. അവൾ ഒരു ഞെട്ടലോടെ ആ ചെറുപ്പക്കാരനെ നോക്കി. ലോറിയുടെ മുൻഭാഗം നോക്കടി, ആ മരത്തിന് കൊണ്ടുവച്ച് ചതുങ്ങി. നിന്നെ രക്ഷിക്കാൻ വേണ്ടി ചെയ്തതാ. ചാവാൻ ഇറങ്ങിയതാണോ നീ? അവൻ ഓരോന്ന് പിറുപിറുത്തുകൊണ്ടിരിക്കുമ്പോൾ കണ്ണിൽ നിന്നും കണ്ണുനീർ ഒഴുകിക്കൊണ്ട് അവൾ അങ്ങനെ നിൽക്കുകയായിരുന്നു. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്നറിയാതെ, തല്ല് കിട്ടിയതറിയാതെ ഒരു തരിപ്പോടെ അവൾ അവിടെ തലകറങ്ങി വീണു. അടി കിട്ടിയ പാടെ അവൾ വീണതും ആ ചെറുപ്പക്കാരൻ ഒന്ന് പതറി. നിലത്ത് വീണ് കിടക്കുന്ന അവളെ അവനൊന്ന് നന്നായി നോക്കി. പിന്നെ മെല്ലെ കവിളിൽ ഒന്ന് തട്ടി നോക്കി. അയ്യോ, ബോധം പോയോ? അവൻ ഒന്ന് പേടിച്ചു. കുട്ടി എണീറ്റേ. അവൻ അവളുടെ കവിളിൽ തട്ടി വിളിച്ചു. എന്നാൽ അവൾ അതൊന്നും അറിയുന്നുണ്ടായിരുന്നില്ല. അവൻ അപ്പോൾ ചുറ്റിലും നോക്കി. റോഡിലെങ്ങും ആരുമില്ല. രണ്ട് സൈഡിലായി വലിയ റബ്ബർ മരങ്ങളാണ്. എന്തു ചെയ്യും ദൈവമേ, തല്ലിപ്പോയല്ലോ. അവൻ അവളെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. പിന്നെ ചുറ്റിലും ഒന്നുകൂടി ഒന്ന് കണ്ണോടിച്ചു. പിന്നെ മറ്റൊന്നും നോക്കാതെ അവളെ അവന്റെ കയ്യിൽ വാരിയെടുത്തു. ചുറ്റിലും ആരുമില്ലെന്ന് കണ്ടപ്പോൾ അവൻ അവളെ ലോറിയിലേക്ക് കിടത്തി. എന്നിട്ട് അവൻ വേഗം ലോറിയുടെ ഡോർ അടച്ചു. മരത്തിന് തട്ടി നിൽക്കുകയായിരുന്ന ലോറി പതുക്കെ ഒന്ന് പിറകോട്ടെടുത്തു. ആരും കണ്ടാൽ സംശയം തോന്നാതിരിക്കാൻ ലോറി റോഡിലേക്ക് നല്ല രീതിയിൽ ചേർത്ത് നിർത്തി. പിന്നെ മറ്റൊന്നും നോക്കാതെ ലോറിയിലുണ്ടായിരുന്ന വെള്ളം എടുത്ത് അവളുടെ മുഖത്ത് തളിച്ചു. ആദ്യം വെള്ളം തളിച്ചപ്പോൾ അവൾക്കൊരനക്കവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അവൻ പിന്നെയും നല്ല ശക്തിയിൽ വെള്ളം തളിച്ചപ്പോൾ അവൾ ഒന്ന് മെല്ലെ കണ്ണു തുറന്നു. അവളുടെ കണ്ണുകൾ അനങ്ങി തുടങ്ങിയപ്പോഴാണ് അവനൊരല്പം ആശ്വാസം വീണത്. കുട്ടി, കണ്ണു തുറന്നേ. അവൻ അവളെ വിളിച്ചു. എങ്ങനെയോ ഒരു വിധത്തിൽ കണ്ണുകൾ വലിച്ചു തുറന്നപ്പോൾ അവൾ കണ്ടത് ആ സുന്ദരനായ ചെറുപ്പക്കാരനെയാണ്. പാലിന്റെ നിറമെന്നൊക്കെ പറയുന്ന പോലെ തൂവെള്ള നിറമാണ്. തിങ്ങി നിറഞ്ഞ അവന്റെ മുടികൾ നെറ്റിയിലേക്ക് വീണ് കിടക്കുന്നുണ്ട്. ഒപ്പം കട്ടിത്താടിയും കയ്യിൽ പച്ച കുത്തിയതുമൊക്കെയായി ഒരു ജിം ബോഡിയുള്ള ചെറുപ്പക്കാരൻ. പെട്ടെന്ന് അവളൊന്ന് ലോറിയിൽ നിന്ന് ഞെട്ടി എണീറ്റു. ഞാനിതെവിടെയാ? അവൾ ചുറ്റും നോക്കി. അത് ശരി, നല്ല ആളാണ്. ഞാനിതെവിടെയാണെന്നോ? എന്റെ ലോറിക്ക് ചാടി ചാവാൻ നോക്കിയതും പോരാ, നിന്നെ രക്ഷിക്കാൻ നോക്കിയിട്ട് എന്റെ ലോറിയുടെ മുൻഭാഗം പരന്നു പപ്പടമായിട്ടുണ്ട്. ഒന്നങ്ങോട്ട് തന്നാലുണ്ടല്ലോ, അവൻ അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ പേടിയോടെ അവനെ തന്നെ നോക്കി. നീ എന്തിനാടി ചാവാൻ നോക്കിയത്? കാര്യം പറ, അവൻ അവളോട് ചോദിച്ചു. ദേഷ്യത്തോടെ സംസാരിക്കുന്ന ചെറുപ്പക്കാരനോട് എന്തു പറയണമെന്നറിയുന്നുണ്ടായിരുന്നില്ല അവൾക്ക്. കുറച്ച് വെള്ളം തരാമോ? അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു ചോദിച്ചപ്പോൾ അവൻ ഒരു സഹതാപത്തോടെ അവളെ നോക്കി. ശേഷം വേഗം കുപ്പിയുടെ മൂടി തുറന്ന് അവൾക്ക് കുടിക്കാൻ വെള്ളം കൊടുത്തു. ആ വെള്ളം അത്രയും അവൾ അരക്കുപ്പിയോളം ഒറ്റയിരുപ്പിൽ കുടിച്ചു തീർത്തു. വെള്ളം കൂടി കണ്ടിട്ട് വെള്ളം കിട്ടിയിട്ട് കുറെ കാലമായ മട്ടുണ്ട്. അവൻ പറഞ്ഞു. നീ എന്തിനാടി വണ്ടിക്ക് വട്ടം ചാടിയത്? ചോദിക്കുമ്പോൾ അവൻ നന്നേ കലിപ്പിലായിരുന്നു. എന്തു പറയണമെന്നറിയാതെ അവൾ അവനെ തന്നെ നോക്കി. അപ്പോഴാണ് അവൻ അവളെ നന്നായി ശ്രദ്ധിച്ചത്. കാണാൻ നല്ല സുന്ദരിയായിരുന്നു അവൾ. നല്ല ലുക്കുണ്ട്. കണ്ണ് കാണാൻ എന്ത് ഭംഗിയാ. ഒന്നും മിണ്ടുന്നില്ലല്ലോ, അവൻ അവന്റെ മനസ്സിൽ പറഞ്ഞു. അവളുടെ ആ നോട്ടം അവനിൽ പതിഞ്ഞപ്പോൾ അവളുടെ കണ്ണുകളിൽ നിന്ന് കണ്ണെടുക്കാനാവാത്ത പോലെ അവൻ അവളെ നോക്കി. ഞാൻ പൊയ്ക്കോട്ടെ? അവൾ അത് പറഞ്ഞ് ലോറിയിൽ നിന്ന് ഇറങ്ങാൻ നോക്കി. പോകാനോ? എന്റെ വണ്ടി ഇടിച്ച് പപ്പടമാക്കിയിട്ട് ഇറങ്ങി പോകാനോ? അവൻ നല്ല കലിപ്പിലാണെന്ന് അവൾക്കപ്പോൾ തോന്നി. ആളില്ലാത്ത റോഡാണ്. ഒരു ലോറിയിൽ അന്യ ചെറുപ്പക്കാരനോടൊപ്പം താൻ ഒറ്റയ്ക്ക്. അവൾക്കാകെ പേടി തോന്നി. എനിക്ക് പെട്ടെന്ന് തല കറങ്ങിയതാ, സോറി, വണ്ടിക്ക് മുന്നിൽ പെട്ടുപോയി, ഞാൻ പോയിക്കോട്ടെ? അവൾ അവനോട് ചോദിച്ചു. തല കറങ്ങി എങ്ങനെയാ ആളില്ലാത്ത റോഡിലെത്തിയത്? നീ എങ്ങോട്ടാ പോകുന്നതെന്ന് പറ, ഞാൻ കൊണ്ടുവിടാം, അവൻ അവളോട് പറഞ്ഞു. അത് എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അവൾക്ക് അവനോട് എന്ത് പറയണമെന്നറിയുന്നുണ്ടായിരുന്നില്ല. എന്താ, നീ പോകുന്ന സ്ഥലത്തിന് പേരില്ലേ? അവൻ ചോദിച്ചു. അത് എന്നെ മെയിൻ റോഡിൽ ഇറക്കിയാൽ മതി, അവിടെയാ വീട്, അവൾ പറഞ്ഞു. മെയിൻ റോഡിൽ എവിടെ? അവൻ ചോദിച്ചു. അത് മെയിൻ റോഡിൽ.
അവൾ ഒരു പരിങ്ങലോടെ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചു. എന്തേ, നിനക്ക് വീടില്ലേ? അവൻ അല്പം കലിപ്പിൽ ഒന്നുകൂടെ ചോദിച്ചു. അവൾ അപ്പോൾ എന്തു പറയണമെന്നറിയാതെ നിസ്സഹായ ഭാവത്തിൽ അവനെ നോക്കി. എന്തുപറ്റി, വെള്ളം വേണോ? അവൻ വീണ്ടും ചോദിച്ചു. അതെ വേണം, അവൾ പറഞ്ഞു. അവൻ അപ്പോൾ ആ വെള്ളക്കുപ്പി അവളുടെ കയ്യിലേക്ക് കൊടുത്തു. അവൾ ഒരല്പം കൂടെ വെള്ളം അതിൽ നിന്ന് കുടിച്ചു. അവൻ അപ്പോൾ അവളെയും അവളുടെ കയ്യിലുള്ള ബാഗിലേക്കും ഒന്ന് നന്നായി നോക്കി. നീ ഇനി ഒളിച്ചോടി പോവുകയോ മറ്റോ ആണോ? നിന്റെ കാമുകൻ ഇവിടെ എങ്ങാനും വരാമെന്ന് പറഞ്ഞിട്ടുണ്ടോ? അവനെ കാണാഞ്ഞിട്ട് ചാടിച്ചാവാൻ നോക്കിയതാണോ? അവൻ ചോദിച്ചപ്പോൾ എന്തു പറയണമെന്ന് അവൾക്കപ്പോൾ അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്ക് അവൾ എന്തു പറയണമെന്നറിയാതെ വീണ്ടും പരിങ്ങി കളിച്ചു. എന്തോ അവളുടെ വെപ്രാളവും കളിയും സങ്കടവും ഒക്കെ കണ്ടപ്പോൾ എന്തോ ഒരു അപാകത അവന് തോന്നി. കുട്ടി പേടിക്കാതിരിക്കൂ, ഞാൻ കുട്ടിയെ ഉപദ്രവിക്കില്ല. പെട്ടെന്ന് വണ്ടിക്ക് ചാടിയതാണെന്ന് എനിക്ക് തോന്നി. കുട്ടി പറഞ്ഞ പോലെ തല കറങ്ങി വീണതല്ല. മനഃപൂർവ്വം എടുത്തു ചാടുന്നത് എനിക്ക് കണ്ടാൽ അറിയാം. കുറച്ചു നാളായി ഈ വണ്ടിയും കൊണ്ട് കാട്ടിലും മേട്ടിലും കയറി ഇറങ്ങാൻ തുടങ്ങിയിട്ട്. കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്താണെങ്കിലും പറഞ്ഞോളൂ, എന്നെ കൊണ്ടാവുന്ന സഹായം ഞാൻ ചെയ്യാം. എവിടെയാണെങ്കിലും കൊണ്ടുവിടാം. അവൻ അവളോട് പറഞ്ഞു. എവിടേക്കാണ് ഞാൻ പോവുക? എന്താണിപ്പോൾ അവനോട് പറയുക എന്നറിയാതെ അവൾ ഒന്ന് അവനെ നോക്കി. അവൻ അപ്പോൾ പെട്ടെന്നൊന്ന് സൗമ്യനായി. അതുവരെ ഉണ്ടായിരുന്ന അവന്റെ മുഖത്തെ ദേഷ്യഭാവമെല്ലാം മാറ്റിവെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി. എന്താ പ്രശ്നം? എന്തിനാ ലോറിക്ക് മുമ്പിൽ ചാടിയത്? പറയാൻ പറ്റുന്നതാണെങ്കിൽ എന്നോട് പറ. കഴിയുന്ന പോലെ ഞാൻ സഹായിക്കാം. അവൻ സ്നേഹത്തോടെ അവളെ ഉറ്റുനോക്കിക്കൊണ്ട് പറഞ്ഞപ്പോൾ അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളികൾ ഇറ്റു വീണിരുന്നു. ഈ കണ്ണിൽ പൊടിയുന്ന കണ്ണുനീര് കണ്ടാൽ എനിക്കറിയാം എന്തോ പ്രശ്നമുണ്ടെന്ന്. എന്താ കാര്യം? അവൻ ചോദിച്ചപ്പോൾ അവൾക്കെന്തോ അവനോട് വല്ലാത്തൊരടുപ്പമുള്ളതുപോലെ തോന്നി. തന്നെ ഇടിച്ചിട്ട് പോകാതെ ലോറി വളച്ചൊടിച്ച് രക്ഷിച്ചെടുത്ത ആളാണ്. ഒരുപക്ഷെ തന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ ഇയാൾക്കെന്നെ രക്ഷിക്കാനായെങ്കിലോ? മരണത്തിലേക്ക് ഇറങ്ങി വന്നിട്ട് ദൈവം മരണത്തിൽ നിന്ന് വീണ്ടെടുത്ത് രക്ഷിച്ചു. ഇപ്പോൾ രക്ഷകനെ പോലെ ഒരാൾ സഹായം വേണോ എന്ന് ചോദിക്കുന്നു. ആരുമല്ലാതിരുന്നിട്ട് പോലും അവൻ അത് ചോദിച്ചപ്പോൾ എന്തോ അവനോടെല്ലാം പറയണമെന്ന് അവൾക്ക് തോന്നി. ഞാൻ മരിക്കാൻ വേണ്ടി തന്നെ വന്നതാണ്. ഇടറിയ സ്വരത്തോടെ അവൾ അത് പറഞ്ഞപ്പോൾ അവൻ മറുപടിയില്ലാതെ അവളെ തന്നെ ഉറ്റുനോക്കുകയായിരുന്നു. കാണാൻ ഭംഗിയുള്ള, നല്ല സൗന്ദര്യമുള്ള, ചെറിയ പ്രായത്തിലുള്ള ഒരു പെൺകുട്ടി മരിക്കാൻ തന്നെ ആയിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അവന്റെ ഉള്ളിലെന്തോ അത് കേട്ടപ്പോൾ വല്ലാത്തൊരു വേദന തോന്നി. എന്തിന്? എന്താ കാരണം? അവൻ അവളോട് സ്നേഹത്തോടെ ചോദിച്ചു. അവൾ അപ്പോൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ചുണ്ടിൽ പുഞ്ചിരിക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിലെ വേദന അത്രയും ആ കണ്ണുകളിൽ തെളിഞ്ഞു കാണാമായിരുന്നു. മുന്നോട്ട് ജീവിക്കാൻ ഒരു കുഞ്ഞു പ്രതീക്ഷയെങ്കിലും ഉണ്ടെങ്കിലല്ലേ ജീവിക്കേണ്ടത്? ജീവിതത്തിൽ എടുത്ത തീരുമാനങ്ങളൊക്കെ വളരെ തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കിയ ദിവസമാണിന്ന്. ഏറെ മുൻപേ അത് മനസ്സിലാക്കാനുള്ള അവസരമുണ്ടായിരുന്നിട്ടും മനസ്സിലായില്ല. കാത്തിരുന്നു ഒരാൾക്ക് വേണ്ടി. ആളുടെ സാഹചര്യമായിരിക്കും എന്നെ വിട്ടുപോകാനുള്ള കാരണമെന്ന് കരുതി. എന്നാൽ ഇന്ന് തന്റെ ഏറ്റവും വേണ്ടപ്പെട്ടവൻ തന്നെ പുതിയ ഭാര്യയും കൈക്കുഞ്ഞുമായി മുന്നിൽ നിൽക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല. അവനു വേണ്ടി ആ വീടും വീട്ടുകാരെയും ഒക്കെ ഞാൻ വെറുപ്പിച്ചത്. എന്നിട്ടും പറയുമ്പോഴേക്കും അവൾ പൊട്ടിക്കരയാൻ തുടങ്ങിയിരുന്നു. കരഞ്ഞു തുടങ്ങിയാൽ കരച്ചിലടക്കാൻ കഴിയില്ല എന്നറിയാവുന്നത് കൊണ്ട് തന്നെ അവൾ പെട്ടെന്ന് കണ്ണു തുടച്ചുകൊണ്ട് വന്ന കരച്ചിലിനെ അടക്കി വെച്ചു. എന്നിട്ട് കാര്യങ്ങളെല്ലാം വിശദമായി ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു. അവൻ അതെല്ലാം ശ്രദ്ധിച്ചു കേട്ടു. എല്ലാം കേട്ട് കഴിഞ്ഞ ശേഷം അവൻ ഇരിക്കുന്ന സീറ്റിലേക്കൊന്ന് നന്നായി ചാരിയിരുന്നു. ഓ, ഇതാണോ കാര്യം? അപ്പോൾ നിനക്ക് എന്റെ കയ്യിൽ നിന്ന് കിട്ടിയത് നന്നായെന്നേ ഞാൻ പറയൂ. എന്റെ പൊന്നു മോളെ, അവൻ നിന്നെ ചതിച്ചെങ്കിൽ നീ ആത്മഹത്യ ചെയ്ത് കളഞ്ഞാൽ അങ്ങനെ ഒരുത്തനു വേണ്ടി നിന്റെ ജീവൻ പോയില്ലേ? അവനെ കണ്ടിരുന്നെങ്കിൽ ഞാനൊന്ന് പിടിച്ചു പൊട്ടിച്ചേനെ. ആ ചതിയനെ ഒഴിവാക്കി അവന്റെ മുന്നിൽ നന്നായി ജീവിച്ച് കാണിച്ചു കൊടുക്കേണ്ടതിന് പകരം നീ ഇങ്ങനെ വണ്ടിക്ക് ചാടാൻ ഇറങ്ങുകയാണോ വേണ്ടത്? നീ നിന്റെ ജീവനോളം വില അവന് കൊടുക്കുന്നു എന്നല്ലേ അതിന്റെ അർത്ഥം? പാടില്ല. ഈ ലോകം അങ്ങനെയാണ്. നമ്മൾ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും ആരും നമ്മളെ തിരിച്ച് സ്നേഹിച്ചോണമെന്നില്ല. നമ്മൾ കാണിക്കുന്ന ആത്മാർത്ഥത തിരിച്ച് അവർക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. എന്തു വന്നാലും പൊരുതി ജയിക്കാനുള്ള ഒരു മനസ്സുണ്ടെങ്കിലേ ഇന്നത്തെ കാലത്ത്, അതും ഈ 2025 ജീവിച്ചു പോകാൻ പറ്റൂ. 2025 മാത്രമല്ല കേട്ടോ, ഇനി മുന്നോട്ട് ജീവിക്കണമെങ്കിലും എന്തും നേരിടാനുള്ള കാപ്പബിലിറ്റി മനസ്സിനുണ്ടാവണം. ഒരു നിമിഷം ബ്രേക്ക് കിട്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോ എന്താകുമായിരുന്നു കഥ? നീ മാത്രമല്ല, ഞാനും ഗതികേടിലായേനെ. ദൈവമുള്ളതുകൊണ്ട് എന്തോ എന്റെ കൈകൊണ്ട് അങ്ങനെ ഒരു അപകടം ഉണ്ടായില്ല. അവൻ അത് പറഞ്ഞ് അവന്റെ നെറ്റിയിൽ കുരിശു വരച്ചു. അവൻ അങ്ങനെയൊക്കെ പറയുമ്പോൾ അവൾ അതൊക്കെ കേട്ടുകൊണ്ട് അവിടെ ഇരിക്കുകയായിരുന്നു. താൻ പറഞ്ഞ വിഷമങ്ങളൊന്നും ഞാൻ സാരമായി കാണാത്തത് കൊണ്ടല്ല കേട്ടോ ഇങ്ങനെ പറയുന്നത്. കാര്യങ്ങളൊക്കെ താൻ പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. വീട്ടുകാരെയൊക്കെ വെറുപ്പിച്ച് ഒരുത്തനെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്തുമാത്രം വലിയ സ്നേഹമായിരിക്കും. പക്ഷേ ആ ദുഷ്ടൻ അത് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവന് സ്വന്തം കാര്യമേ ഉള്ളൂ എന്ന് അവന്റെ ചെയ്തികളിൽ നിന്ന് തന്നെ നമുക്ക് ഊഹിക്കാമല്ലോ. മനസ്സിലൊരു വലിയ വെട്ടുവെട്ടി മറന്നേക്കണം അങ്ങനെയുള്ളവന്മാരെയൊക്കെ. വിദ്യാഭ്യാസമില്ലേ നിനക്ക്? നല്ല ജോലി ചെയ്ത് എവിടെയെങ്കിലും അന്തസ്സായി ജീവിച്ചു കാണിച്ചു കൊടുക്കണം. അവനേക്കാൾ സ്നേഹിക്കാൻ കഴിയുന്ന നല്ല ചെറുപ്പക്കാരെ കിട്ടും കുട്ടിക്ക്.
നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ, നല്ല സുന്ദരി മോളല്ലേ. അച്ഛനോ അമ്മയോ സഹോദരങ്ങളോ ഭർത്താവോ ആരുമില്ലെങ്കിലും നമുക്ക് നമ്മൾ വിലപ്പെട്ടതാവണം. അത് കുട്ടി ആദ്യം മനസ്സിലാക്കണം. ഇങ്ങനെ ഒരാൾ ഭൂമിയിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഒരാളെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുമോ? ഇല്ല. ദൈവം തന്ന ജീവിതം ദൈവം തിരിച്ചു വിളിക്കുന്നത് വരെ ചങ്കുറപ്പോടെ അങ്ങ് ജീവിക്കണം. എന്തായാലും എന്റെ വണ്ടിയുടെ മുന്നിൽ തന്നെ വന്നു പെട്ടത് നന്നായി. ഞാൻ കുട്ടിയെ ഒരു സ്ഥലത്ത് കൊണ്ടുചെന്നാക്കാം. ഒരു പാവം അമ്മച്ചി മാത്രമുള്ള ഒരു വീട്ടിൽ. എന്നോടെന്നും പറയും, ഒറ്റയ്ക്കായതുകൊണ്ട് കൂടെ നിൽക്കാൻ പെയിൻ ഗസ്റ്റ് ആയിട്ടോ അല്ലാതെയോ ആരെങ്കിലും ഒരാളെ കൊണ്ടുതാ എന്ന് പറയും. ഇവിടെ അല്ലാട്ടോ, ചിറ്റൂര എന്റെ വീട്, നമ്മുടെ പാലക്കാട്. അവിടെയാ. അവൻ അത് പറഞ്ഞ് അവന്റെ കയ്യിലെ വാച്ചിലേക്കൊന്നു നോക്കി. സമയം ഇപ്പോൾ 2 മണി കഴിഞ്ഞു. ഇപ്പൊ പിടിച്ചാൽ ഒരു 5 മണി ആകുമ്പോഴേക്കും നമ്മൾ അങ്ങെത്തും. ഞാൻ കൊണ്ടുചെന്നാക്കാം. കുട്ടിക്ക് നല്ല സേഫായി അവിടെ താമസിക്കാം. ഒരു ജോലിക്ക് ശ്രമിക്കാം. ആരുടെ മുന്നിലും തോറ്റു കൊടുക്കേണ്ട ആവശ്യവുമില്ല. കേട്ടോ? പോരുന്നോ എന്റെ കൂടെ? വിശ്വാസമാണെങ്കിൽ പോരാം. അവൻ അത് പറഞ്ഞ് അവളെ നോക്കി. ഒന്നുകിൽ മരണം, അല്ലെങ്കിൽ അവന്റെ കൂടെ പോകണം. അത് രണ്ടും മാത്രമേ അവളുടെ മുന്നിൽ അപ്പോൾ വഴിയുണ്ടായിരുന്നുള്ളൂ. ഒരുപക്ഷെ താൻ മരിക്കാതിരിക്കാൻ ദൈവമായിട്ട് കൊണ്ടു തന്നതാണെങ്കിലോ ഇങ്ങനെ ഒരു സഹായം. അതുകൊണ്ട് തന്നെ അവൾക്ക് മറുത്തു പറയാൻ തോന്നിയില്ല. ഞാൻ വരാം, വലിയ സഹായമാകും, അവൾ അവനോട് പറഞ്ഞു. അവൻ അപ്പോൾ മറുപടി ഒന്നും പറയാതെ അവളെ ഒന്ന് നോക്കി ചിരിച്ചു. എന്നിട്ട് അവന്റെ വണ്ടിയുടെ ഗിയർ സ്റ്റാർട്ടാക്കി. ആ വലിയ ലോറിയിൽ അവനോടൊപ്പം മുന്നോട്ട് പോകുമ്പോൾ മുൻപിൽ എന്താണെന്നുള്ള പ്രതീക്ഷകളൊന്നും അവൾക്കില്ലായിരുന്നു. എങ്കിലും എവിടെയോ ഒരു കുഞ്ഞു വെളിച്ചം ആ ചെറുപ്പക്കാരനിൽ അവൾ കാണുന്നുണ്ടായിരുന്നു. പെരുമാറ്റത്തിൽ നല്ലവനാണെന്ന് തോന്നുന്നു. ആ ഒരു ആശ്വാസത്തിലാണ് അവൾ ലോറിയിൽ ഇരുന്നത്. ലോറി മുന്നോട്ട് പോകുമ്പോൾ അവൾ ഒന്നിടം കണ്ണാലെ അവനെ നോക്കി. അവനപ്പോൾ അവളെ നോക്കി ചെറുതായി ഒന്ന് ചിരിച്ചു. അവന്റെ ലോറി ആ റോഡിൽ നിന്ന് തിരിഞ്ഞ് മറ്റൊരു ചെമ്മൺ പാതയിലേക്ക് കയറി. വണ്ടി മെയിൻ റോഡിലേക്ക് പോകാതെ അങ്ങോട്ട് തിരിച്ചപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അവൾ ഒന്ന് ചുറ്റും നോക്കി. പേടിക്കണ്ട, നിന്നെ തട്ടിക്കൊണ്ടു പോവുകയോ ഒന്നുമല്ല. ദേ ഇവിടെ ഒരു ഹോട്ടലുണ്ട്, നമുക്ക് ഭക്ഷണം കഴിച്ചിട്ട് പോകാം, അവൻ പറഞ്ഞു. അവൾ അപ്പോൾ അവന്റെ കണ്ണുകളിലേക്ക് നോക്കി. ഇറങ്ങിക്കോ, എനിക്കെന്തായാലും നല്ല വിശപ്പുണ്ട്. രാവിലെ ചായ കുടിച്ചതാ, പിന്നെ വയറ് കാലിയാ. ലോറിയിൽ നീ കൂടെ ഉള്ളതുകൊണ്ട് നിന്നെ ഒറ്റയ്ക്കിരുത്തി കഴിക്കാൻ പോകാൻ എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇറങ്ങിക്കോ, ഭക്ഷണം കഴിച്ചിട്ട് പോകാം, അവൻ അത് പറഞ്ഞ് ലോറിയിൽ നിന്നിറങ്ങി ആ ഓലമേഞ്ഞ ഹോട്ടലിലേക്ക് നടന്നു. ചെമ്മൺപാതയ്ക്കരികിലായി പഴയ കാലത്തിന്റെ ഓർമ്മകൾ തോന്നിപ്പിക്കും വിധത്തിൽ ഓലമേഞ്ഞ ഊൺ തയ്യാറെന്നും ബോർഡ് വെച്ചിട്ടുള്ള ചെറിയൊരു ഹോട്ടലിലേക്കാണ് അവനോടൊപ്പം അവൾ കയറിയത്. ആ മോനെ എബി, കുറച്ചായല്ലോടാ കണ്ടിട്ട്, നീ നമ്മളെയൊക്കെ മറന്നോ? ഹോട്ടലിലേക്ക് കയറുമ്പോൾ അതിന്റെ മുൻപിൽ തന്നെ ഇരിക്കുന്ന വെള്ള ഷർട്ടും മുണ്ടും ധരിച്ച ആൾ അവനോട് ചോദിക്കുന്നത് അവൾ കേട്ടു. എബി എന്നാണ് പേര് എന്ന് അത് കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. ഇവിടെ ഇല്ലായിരുന്നു ഗോപാലേട്ടാ, കുറച്ചു ദിവസം കർണാടക പോയിരുന്നു, അവിടെ കുറച്ച് ലോഡ് എടുക്കാനുണ്ടായിരുന്നു, അവൻ പറഞ്ഞു. ആണോ? നീ എന്നാ കയറിയിരിക്കി. ഞാൻ ഓർത്തു കുറെ ദിവസം കാണാഞ്ഞപ്പോൾ ഇനി വേറെ വല്ല പണിക്കും പോയോ എന്ന് ചിന്തിച്ചു. ചോറെടുക്കാമല്ലേ? ഗോപാലേട്ടൻ അവനോട് ചോദിച്ചു. അതെ, ചോറ് മതി. ചോറും ബീഫും ആയിക്കോട്ടെ. ഒന്നല്ല, 2 ആൾക്ക് വേണം കേട്ടോ, അവൻ അയാളോട് പറഞ്ഞു. അപ്പോളാണ് അവന്റെ പിറകിലായി വന്ന പെൺകുട്ടിയെ ഗോപാലേട്ടൻ നോക്കിയത്. അങ്ങനെ ഇരിക്കട്ടെ, വെറുതെ അല്ല നിന്നെ കുറച്ചു ദിവസമായിട്ട് കാണാഞ്ഞത്. ഞങ്ങളോട് പറയാതെ കല്യാണം കഴിച്ചു അല്ലേ? മോളിങ്ങോട്ട് ഇരിക്കി, ഗോപാലേട്ടൻ അത് പറഞ്ഞ് അവിടെ മേശക്കരികിൽ ഉണ്ടായിരുന്ന കസേര അപ്പുവിന് വലിച്ചിട്ടു കൊടുത്തു. അയാൾ അത് പറഞ്ഞപ്പോൾ അപ്പു എബിയെ ഒന്ന് നോക്കി. പ്രതീക്ഷിക്കാതെ അത് കേട്ടപ്പോൾ അവളുടെ ഉള്ളിൽ എന്തൊക്കെയോ ചിന്തകൾ വന്നു. എബിയുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരിയും. ഭാര്യയാണെന്നോ ഭാര്യയല്ലെന്നോ അവൻ പറഞ്ഞില്ല, പകരം ഒന്ന് ചിരിച്ചു. എടാ വേണുവേ, 2 ചോറെടുത്തോ, ഇന്ന് പുതുമണവാളനും മണവാട്ടിക്കും ഞങ്ങളുടെ വക ഫ്രീ. മോളിരിക്കുന്നേ, ഗോപാലേട്ടൻ ഒരിക്കൽ കൂടെ പറഞ്ഞു. ഇരുന്നോ, എബി അപ്പോൾ അവളെ നോക്കിക്കൊണ്ട് പറഞ്ഞു. അവൾ അപ്പോൾ അവന്റെ തൊട്ടരികിലുള്ള കസേരയിൽ ഇരുന്നു. ഗോപാലേട്ടൻ നല്ല വെട്ടിയിട്ട വാഴയിലയിൽ അവർക്ക് 2 പേർക്കും ചോറും ബീഫ് കറിയും ഉപ്പേരിയും പപ്പടവും പായസവും അടക്കം സകലതും വിളമ്പി. കാട്ടിലൂടെ പോകുന്ന വണ്ടിക്കാരൊക്കെ ഗോപാലേട്ടന്റെ കടയിലാണ് സ്ഥിരമായി ഭക്ഷണം കഴിക്കാൻ കയറാറുള്ളത്. പിന്നെ പോരാത്തതിന് പുറത്തുള്ള ഹോട്ടലിലേക്ക് വെച്ചുണ്ടാക്കി കൊടുക്കുന്ന പരിപാടിയും അവിടെയുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉള്ളതാണ്. അപ്പു എബിക്കൊപ്പം അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു. നല്ല ആവി പറക്കുന്ന ചോറും ബീഫ് ഫ്രൈയും പപ്പടവും എല്ലാം കൂടി നല്ല രുചിയുണ്ടായിരുന്നു ഭക്ഷണത്തിന്. നേരത്തെ ബാങ്കിൽ നിന്ന് ഭക്ഷണം കഴിക്കാൻ എടുത്തപ്പോഴാണ് അഖിൽ വന്നു എന്ന് പറഞ്ഞ് അമ്മയുടെ കോൾ വന്നത്. അതുകൊണ്ട് തന്നെ ഒന്നും കഴിച്ചിട്ടില്ല. എബി വാങ്ങി നൽകിയ ഭക്ഷണം അവൾ പതിയെ കഴിക്കാൻ തുടങ്ങി. ഓലമേഞ്ഞ ആ ഒരു ഹോട്ടലിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ ഒരു സുഖം അവളുടെ മനസ്സിൽ അനുഭവപ്പെട്ടു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഗോപാലേട്ടനോട് യാത്രയും പറഞ്ഞ് അവർ 2 പേരും ലോറിക്കരികിലേക്ക് നടന്നു. എബി അപ്പോൾ അവൾക്ക് കയറാനായി ലോറിയുടെ ഡോർ തുറന്നു കൊടുത്തു.
ലോറി നന്നേ ഹൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ കയറാൻ പറ്റാതെ അവൾ ഒന്ന് അവിടെ നിന്നു. അപ്പോഴേക്കും അപ്പുറത്തു കൂടെ ചെന്ന് ഡോർ തുറന്ന് അവൻ ലോറിക്കകത്തേക്ക് കയറിയിരുന്നു. അവൻ ഡ്രൈവറുടെ സീറ്റിലിരുന്നു. അവൾ കയറുന്നത് കാണാഞ്ഞപ്പോൾ അവനൊന്ന് തലയിട്ട് പുറത്തേക്ക് നോക്കി. എന്തേ കയറാൻ പറ്റുന്നില്ലേ? അവൻ അവളോട് ചോദിച്ചു. ഞാൻ കയറിക്കോളാം, അവൾ അപ്പോൾ പറഞ്ഞു. അവൻ അപ്പോൾ ലോറിയിൽ നിന്ന് അവൾക്ക് നേരെ കൈനീട്ടി. എന്റെ കയ്യിൽ മുറുകെ പിടിച്ച് കയറിക്കോ, അവൻ സൗമ്യതയോടെ പറഞ്ഞു. അവൻ അങ്ങനെ പറഞ്ഞപ്പോൾ അവൾ ഒന്ന് അവനെ തന്നെ നോക്കി. ശേഷം മെല്ലെ അവന് നേരെ കൈനീട്ടി. അവന്റെ വെളുത്തു മെലിഞ്ഞ നേർത്ത വിരലുകളും അവളുടെ വെളുത്തു മെലിഞ്ഞ നേർത്ത വിരലുകളും തമ്മിൽ പരസ്പരം കോർത്തിണങ്ങി മുറുകെ പിടിച്ചു. അവന്റെ ആ കയ്യിൽ താങ്ങിക്കൊണ്ട് അവൾ ലോറിക്കകത്തേക്ക് കയറി. അവൾ കയറിയിരുന്നപ്പോൾ അവന്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി ഉണ്ടായിരുന്നു. അവൻ മറ്റൊന്നും പറയാതെ പിന്നെ ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. അവന്റെ അരികിലായി അവൾ ഇരുന്നു. പേരെന്താടോ തന്റെ? കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോൾ അവൾ ഒന്നും മിണ്ടാതിരിക്കുന്നത് കണ്ട് അവൻ ചോദിച്ചു. അപർണ, അവൾ പറഞ്ഞു. ആ പറഞ്ഞ അപർണ, നല്ല പേരാണല്ലോ. അവനൊന്ന് അവളെ നോക്കി. അപർണ എന്ന് തന്നെയാണോ എല്ലാവരും വിളിക്കാറ്, അതോ ഷോർട്ടാക്കി എന്തെങ്കിലും പേരുണ്ടോ, ഓമനപ്പേരോ മറ്റോ? അവൻ അവളോട് ചോദിച്ചു. ഉണ്ട്, അപ്പു എന്ന് വിളിക്കും. അവൾ ഒന്ന് അവനെ നോക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആഹാ, നല്ല പേരാണല്ലോ. ഇത്ര നല്ല പേരുണ്ടായിട്ടാണോ ലോറിക്ക് മുന്നിൽ ചാടിയത്? അവൻ അത് ചോദിച്ചപ്പോൾ അവൾ അറിയാതെ ഒന്ന് ചിരിച്ചു പോയിരുന്നു. അവനും അപ്പോൾ അവളെ നോക്കി ഒന്ന് ചിരിച്ചു. അതെ, അത്രയും വിഷമത്തിലും സങ്കടത്തിലും ഇരിക്കുന്ന ഒരാളുടെ ചുണ്ടിൽ ഒരു കുഞ്ഞു പുഞ്ചിരി വരുത്താനാകുമെങ്കിൽ അത് തന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം. ഡ്രൈവിംഗിനിടയിൽ അവനൊന്ന് ഇടം കണ്ണാലെ അവളെ നോക്കി. അവൻ തന്നെ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് കണ്ടപ്പോൾ അവളും ഒന്ന് തലചരിച്ച് അവനെ നോക്കി. രണ്ടുപേരും ഒന്നും പറഞ്ഞില്ലെങ്കിലും പരസ്പരം നോക്കി ഒന്ന് ചിരിച്ചു. അവൻ പിന്നെയും ഡ്രൈവിംഗിൽ ശ്രദ്ധിച്ചു. അതിനിടയ്ക്ക് അവളോട് ഓരോ കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടുമിരുന്നു. എന്തായാലും അവളുടെ ആദ്യ ഭർത്താവിനെ പറ്റിയുള്ള കാര്യങ്ങളൊന്നും തന്നെ അവൻ പിന്നീട് ചോദിച്ചില്ല. അവളെ എങ്ങനെയെങ്കിലും ചിരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തമാശ പോലെ ഓരോന്നൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. സത്യം പറഞ്ഞാൽ അവന്റെ കൂട്ട് അവളുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷം നിറയ്ക്കുന്നുണ്ടായിരുന്നു. അവന്റെ തമാശ നിറഞ്ഞ ചോദ്യങ്ങളും കളിച്ചിരികളും ഒക്കെയായി അവളുടെ ഉള്ളിലെ നീറുന്ന വിഷമങ്ങൾ കുറച്ചു നേരത്തേക്ക് അവൾക്കൊന്ന് മറക്കാൻ കഴിഞ്ഞു. അതെ, അത് തന്നെയായിരുന്നു അവന്റെ ലക്ഷ്യവും. ലോറി പാലക്കാടിന്റെ ഗ്രാമീണ ഭംഗികൾക്കിടയിലൂടെ മുന്നോട്ട് കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ വലിയ ലോറിയിലിരുന്ന് പുറത്തെ കാഴ്ചകളൊക്കെ കാണുകയായിരുന്നു അപ്പു. അപ്പോൾ നേരം അപ്പോഴേക്കും സന്ധ്യയായി തുടങ്ങിയിരുന്നു. ചിറ്റൂർ ബസ് സ്റ്റാൻഡ് എത്തുന്നതിന് മുൻപായി എബി അവന്റെ ലോറി സൈഡാക്കി നിർത്തി. അപ്പു അപ്പോൾ ചുറ്റിലും ഒന്ന് നോക്കി. മെയിൻ റോഡിന്റെ ഓരം ചേർന്നാണ് വണ്ടി നിർത്തിയിരിക്കുന്നത്. വീട്ടിലേക്ക് വണ്ടി കയറില്ല. നമുക്കൊരു കാര്യം ചെയ്യാം, ലോറി ഇവിടെ വെച്ച് ഞാനൊരു ഓട്ടോയിൽ തന്നെ അവിടെ കൊണ്ടുവിടാം. തന്നെ അവിടെ ആക്കി കഴിഞ്ഞിട്ട് എനിക്ക് വന്നിട്ട് ലോഡും കൊണ്ടുപോകാമല്ലോ. ഞാൻ തന്നെ വീട്ടിലാക്കാമെന്ന് കരുതി റൂട്ട് ഇങ്ങോട്ട് മാറ്റിയെന്നേ ഉള്ളൂ. എനിക്ക് തിരിച്ച് ഇനിയും 50 കിലോമീറ്റർ പുറകിലോട്ട് തന്നെ പോകണം. അവൻ അവിടെ എത്തിയപ്പോഴാണ് അവളോട് ആ കാര്യം പറഞ്ഞത്. അവൻ അത് പറഞ്ഞപ്പോൾ അവൾ ഒന്ന് ഞെട്ടി. തനിക്ക് വേണ്ടി മാത്രമാണ് ഇത്രയും ദൂരം അവൻ വണ്ടി ഓടിച്ചു വന്നതെന്ന് അവൾ കരുതിയിരുന്നില്ല. ഇനിയും വന്ന വഴിക്ക് തന്നെ പോകണോ? അപ്പോൾ എനിക്ക് വേണ്ടിയാണോ ഇത്ര ദൂരം? അവൾ അവനോട് ചോദിച്ചു. അതെ, അപ്പുവിന് വേണ്ടി. അപ്പുവിനെ ഞാൻ പറഞ്ഞ സ്ഥലത്ത് കൊണ്ടാക്കി തരണ്ടേ? ലോഡ് ഇറക്കി കഴിഞ്ഞ് അപ്പുവിനെ കൂട്ടിയിട്ട് പോകാമെന്ന് വെച്ചാൽ അപ്പുവിന് വേറെ വല്ല വണ്ടിക്കും ചാടാൻ തോന്നിയാലോ? അപ്പു വന്നേ, അവൻ അത് പറഞ്ഞ് ലോറിയിൽ നിന്നിറങ്ങി. ശേഷം അവൾ ഇരിക്കുന്ന ഡോറിന്റെ ഭാഗത്തേക്ക് ചെന്നു. ശ്രദ്ധിച്ചിറങ്ങു കേട്ടോ, അവൻ ഡോർ തുറന്നു കൊടുത്തുകൊണ്ട് പറഞ്ഞു. മെയിൻ റോഡ് ആയതുകൊണ്ട് തന്നെ അവൻ അവളെ ലോറിയിൽ നിന്നിറങ്ങാൻ ഒന്ന് താങ്ങി സഹായിച്ചു കൊടുത്തു. അവൾ അവന്റെ കയ്യിൽ പിടിച്ചിറങ്ങുമ്പോൾ പെട്ടെന്ന് അവന്റെ ദേഹത്തേക്ക് വീയാൻ എന്ന പോലെ ഒന്ന് ചരിഞ്ഞു. പ്രതീക്ഷിക്കാതെ അവന്റെ ദേഹത്തേക്ക് വന്നു വീണ ശക്തിയിൽ അവളുടെ മാറുകളും ശരീരവും ഒന്ന് അവന്റെ മേൽ പതിഞ്ഞു. അപ്പോഴേക്കും അവളുടെ അരയിൽ അവന്റെ പിടുത്തം വീണിരുന്നു. പെട്ടെന്ന് അവരുടെ രണ്ടുപേരുടെയും കണ്ണുകൾ തമ്മിൽ ഒന്നുടക്കി. രണ്ടുപേരും പരസ്പരം നോക്കി നിന്നുപോയി. അവൻ അപ്പോൾ വേഗം അവളുടെ അരയിൽ നിന്ന് കൈയെടുത്തു. അപ്പോഴേക്കും റോഡിലൂടെ ഒരു ഓട്ടോ പോകുന്നുണ്ടായിരുന്നു. അവൻ വേഗത്തിൽ ഓട്ടോയ്ക്ക് കൈ കാണിച്ചു. ഓട്ടോ അപ്പോൾ അവിടെ നിർത്തി. കയറിക്കോ, അവൻ അപ്പുവിനോട് പറഞ്ഞു. അപ്പു അപ്പോൾ അവനെ ഒന്ന് നോക്കി. കയറുന്നില്ലേ? അവൻ അപ്പോൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അവൾ അപ്പോൾ ഓട്ടോയിൽ കയറിയിരുന്നു. തൊട്ടടുത്തായി അവനും കയറിയിരുന്നു. അവൻ പറഞ്ഞു കൊടുത്തത് പ്രകാരം പാടവും നെൽവയലുകളും പിന്നിട്ട് ആ ഓട്ടോ ചെന്ന് നിന്നത് ഒരു പണി തീരാത്ത വാർപ്പ് വീടിന് മുന്നിലേക്കാണ്. 2 തട്ടുള്ള വലിയൊരു വാർപ്പ് വീടായിരുന്നു അത്. താഴെ നിലയിലെ പണി മുഴുവനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. മുകളിലേക്ക് പണിയെടുക്കുന്നതിന്റെ ചെങ്കൽ പടവുകൾ കാണാനുമുണ്ട്. വലിയ മതിലുള്ള വലിയൊരു പറമ്പായിരുന്നു അത്. അതിനുള്ളിൽ വലിയൊരു വീട്. ദേ ഇവിടെ നിർത്തിയാൽ മതി, അവൻ ഓട്ടോക്കാരനോട് പറഞ്ഞു. ശേഷം അവൻ ഓട്ടോയിൽ നിന്നിറങ്ങി ഓട്ടോക്കാരന് പൈസ കൊടുത്തു. അവന്റെ പിറകിലായി അപ്പുവും ഇറങ്ങി. അപ്പു വന്നേ, അവൻ അത് പറഞ്ഞ് ആ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കയറി. പണി തീരാത്ത വീടാണെങ്കിലും മുറ്റം നിറയെ വലിയ ചെടിച്ചട്ടികളിൽ തരം തരം പൂക്കൾ നിരത്തി വെച്ചിട്ടുണ്ട്. സന്ധ്യ ആയതുകൊണ്ട് തന്നെ വീടിന്റെ ഉമ്മറത്ത് ലൈറ്റ് പ്രകാശിക്കുന്നുണ്ട്. ത്രേസ്യക്കുട്ടിയെ കൂയ്,
അത് വിളിച്ചുകൊണ്ടാണ് അവൻ അങ്ങോട്ട് ചെന്നത്. ബെല്ലടിക്കുന്നതിനോടൊപ്പം തന്നെ 2 തവണ കൂടി അവൻ നീട്ടി വിളിച്ചു, പൊന്നമ്മച്ചിയെ വായോ. അവന്റെ ആ വിളിയും സംസാരവും ഒക്കെ അവൾ അങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. ദാ വന്നു, വിളിച്ചു കൂവണ്ട. വാതിൽ തുറക്കുമ്പോൾ അത് പറഞ്ഞുകൊണ്ടാണ് ഒരു സ്ത്രീ വാതിൽ തുറന്നത്. കോട്ടന്റെ സാരി ഉടുത്ത് അല്പം പ്രായം ചെന്ന ഒരു സ്ത്രീയായിരുന്നു അത്. രാത്രിയെ എത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് നീ ഇന്ന് നേരത്തെ എത്തിയോ? അവർ അത് പറഞ്ഞ് അവൻ അരികിലേക്ക് വരുമ്പോഴാണ് തൊട്ടടുത്ത് നിൽക്കുന്ന അപ്പുവിനെ കണ്ടത്. ആരാടാ ഇത്? അവർ അപ്പുവിനെ ഒന്ന് നന്നായി നോക്കി. അവൻ അപ്പോൾ ഒന്നും പറഞ്ഞില്ല. ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറി. അമ്മച്ചി അപ്പോൾ അവിടെ അങ്ങനെ നിന്നു. എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയ അവനെയും മുറ്റത്ത് നിൽക്കുന്ന പെൺകുട്ടിയെയും ഒന്ന് നോക്കി. ഒരു ഗ്ലാസ്സിൽ വെള്ളം എടുത്ത് കുടിച്ചുകൊണ്ട് അവൻ അപ്പോൾ ഹാളിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പു കയറിയില്ലേ? കയറി വാ, അവൻ അപ്പുവിനോട് പറഞ്ഞു. അവൾ അപ്പോൾ അമ്മച്ചിയെ ഒന്ന് നോക്കി. എനിക്ക് ആളെ മനസ്സിലാകാഞ്ഞിട്ടാ കേട്ടോ, എന്നതായാലും മോള് കയറിയിരിക്കെ, അമ്മച്ചി അവളോട് പറഞ്ഞു. അവൾ അപ്പോൾ മെല്ലെ കാൽപാദങ്ങൾ എടുത്തു വെച്ച് സ്റ്റെപ്പ് കയറി. അമ്മച്ചിയും അവളും ഹാളിലേക്ക് എത്തിയപ്പോൾ വെള്ളം കുടിച്ചുകൊണ്ട് സോഫയിൽ ഇരിപ്പുണ്ടായിരുന്നു എബി. അപ്പോൾ എടാ എബി, എനിക്ക് മനസ്സിലായില്ല, ആരാ ഈ കൊച്ച്? അമ്മച്ചി അപ്പോൾ അവനോട് ചോദിച്ചു. ഏതാ ഈ കൊച്ചെന്നോ? മരുമകളെ കൊണ്ടുത്താ, അല്ലെങ്കിൽ ഏതെങ്കിലും പേയിങ് ഗസ്റ്റിനെ നിർത്തിത്താ എന്ന് പറഞ്ഞ് കരഞ്ഞിട്ട് ഇപ്പൊ ഒരാളെ കൊണ്ടുവന്നപ്പോൾ ആരാണെന്നോ? എബി അമ്മച്ചിയെ നോക്കി പറഞ്ഞു. അവൻ അത് പറഞ്ഞപ്പോൾ അമ്മച്ചിയുടെ കണ്ണുകൾ വിടർന്നു. അത്ഭുതത്തോടെ അമ്മച്ചി അപ്പുവിനെയും എബിയെയും മാറി മാറി നോക്കി. എടാ ഇത് ശരിക്കും ഈ കൊച്ചേതാ? അത് ചോദിക്കുമ്പോൾ അമ്മച്ചിയുടെ കണ്ണുകൾ വിടർന്നിരുന്നു. നീ പ്രേമിച്ചിറക്കിക്കൊണ്ടുവന്ന കൊച്ചു വല്ലതുമാണോ? എങ്ങനെയെങ്കിലും അവൻ ഒരു പെണ്ണ് കെട്ടി കണ്ടാൽ മതി എന്നുള്ള ആഗ്രഹത്തോടെ ഇരിക്കുന്ന അമ്മച്ചി അവളെ കണ്ടപ്പോൾ അതാണ് ചോദിച്ചത്. ഏയ് അമ്മച്ചി സന്തോഷിക്കാൻ വരട്ടെ, അങ്ങനെ പ്രേമിച്ചിറക്കിക്കൊണ്ടുവന്നതൊന്നുമല്ല. മരുമോളായിട്ട് കാണണമെന്ന് ഞാൻ പറയില്ല, പക്ഷെ അമ്മച്ചിക്ക് മോളായിട്ട് കാണാം. അവളെ ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നതാ. കുറച്ചുനാൾ ഇവിടെ നിൽക്കട്ടെ, എനിക്ക് പോയിട്ട് ലോഡ് ഇറക്കി കൊടുക്കാനുണ്ട്. ഞാൻ ഈ കുട്ടിയെ ഇവിടെ ആക്കേണ്ട അത്യാവശ്യമുള്ളത് കൊണ്ട് വന്നു എന്നേയുള്ളൂ. ഞാൻ പോയിട്ട് രാത്രി വരാം, കാര്യങ്ങളൊക്കെ എന്നിട്ട് രാത്രി പറയാം. ഇനി അതുവരെ പിടിച്ചു നിൽക്കാനുള്ള സമാധാനം അമ്മച്ചിക്ക് ഇല്ലെങ്കിൽ അമ്മച്ചി അവളോട് തന്നെ ചോദിച്ചോളൂ, കാര്യങ്ങളൊക്കെ അവള് പറയും. എന്തായാലും അമ്മച്ചിക്കൊരു കൂട്ടായിട്ട് അവൾ ഉണ്ടാകും കേട്ടോ ഇനി ഇവിടെ. ഞാൻ എന്നാ പോയിട്ട് വരട്ടെ. അവൻ അമ്മച്ചിയോട് അത് പറഞ്ഞ് അമ്മച്ചിയുടെ കവിളിൽ ഒരു ഉമ്മ കൊടുത്തു. അവൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നത് സ്വന്തം വീട്ടിലേക്കാണെന്ന് അപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്. അവരമ്മയും മോനും തമ്മിലുള്ള സ്നേഹം അവൾ ഒരു നിമിഷം കണ്ണെടുക്കാതെ നോക്കി കണ്ടു. ഒന്ന് പോടാ, ഈ ചെക്കന്റെ ഒരു കാര്യം ഉമ്മ വെച്ച് കഴിഞ്ഞാൽ എല്ലാം ആയെന്ന വിചാരം. രാവും പകലും ലോറിയും കൊണ്ട് ഓട്ടത്തിലാണ്. എപ്പോഴെങ്കിലും ഒന്ന് വന്നു കയറിയാലോ അവൻ ഇരിക്കാൻ സമയമുണ്ടാവില്ല. അപ്പോൾ ഉമ്മയും തന്ന് സോപ്പിട്ട് പതപ്പിച്ചൊരു പോക്ക് പോകും. വേഗം എത്തിയേക്കണേടാ. ഉമ്മറത്തേക്ക് പോകുമ്പോൾ അമ്മച്ചി അവനോട് പറഞ്ഞു. ഞാൻ വേഗം എത്താം അമ്മച്ചി. എബി അത് പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ചെരുപ്പ് എടുത്തിട്ടു. അയ്യോ, അത് പറഞ്ഞപ്പോളാ, നീ ഇവിടെ വരെ വന്നിട്ട് ഒരു ഗ്ലാസ് ചായ കുടിച്ചില്ലല്ലോ. ഒരു ഗ്ലാസ് ചായ കുടിച്ചിട്ട് പോടാ മോനെ. അമ്മച്ചി ഇപ്പോ എടുക്കാം. അമ്മച്ചി വെപ്രാളപ്പെട്ടുകൊണ്ട് അത് പറഞ്ഞ് അവൻ അരികിലേക്ക് ചെന്നു. ചായ ഞാൻ പോകുന്ന വഴിക്ക് കുടിച്ചോളാം അമ്മച്ചി, ഒട്ടും സമയമില്ലാത്തത് കൊണ്ടാ. അമ്മച്ചി അവൾക്ക് എന്തെങ്കിലും കൊടുക്ക്, ക്ഷീണിച്ചു കാണും. അപ്പോൾ ഞാനൊന്ന് പോയിട്ട് വരാം കേട്ടോ. ഒന്നും പേടിക്കണ്ട, അമ്മച്ചി മാത്രമേ ഇവിടെ ഉള്ളൂ. അമ്മച്ചി ആണെങ്കിൽ ഒരു പഞ്ചപാവമാണ്. കാര്യങ്ങളൊക്കെ നിനക്ക് പറ്റുമെങ്കിൽ അമ്മച്ചിയോടൊന്ന് പറഞ്ഞേക്ക്. എന്തായാലും ഞാൻ വരുന്നവരെ കാര്യം അറിയാതിരിക്കാനുള്ള മനക്കെട്ടി അമ്മച്ചിക്ക് ഉണ്ടാവില്ല. എന്നിട്ട് കഴിഞ്ഞതൊക്കെ മറന്ന് ഇന്നു മുതൽ സന്തോഷമായിട്ട് ജീവിക്കുക കേട്ടോ. ഇനി അപ്പുവിനൊരു ജോലിയല്ലേ വേണ്ടത്? അത് ഞാൻ ആരോടെങ്കിലും ചോദിച്ചിട്ട് ഇവിടെ അടുത്ത് എവിടെയെങ്കിലും റെഡിയാക്കാം. അമ്മച്ചിക്ക് വലിയ പരാതിയാ, അമ്മച്ചിക്ക് പെൺകുട്ടികളില്ല, മരുമോളില്ല എന്നൊക്കെ. മരുമോൾ ആവണമെന്ന് ഞാൻ പറയില്ല, പക്ഷേ ഒരു മോളാവാൻ പറ്റുമെങ്കിൽ അപ്പുവിനാവാം. അവൻ അപ്പുവിനോട് പറഞ്ഞപ്പോൾ അപ്പു അവനെ നോക്കി ചിരിച്ചു. ശേഷം അവൻ അവിടെ ഉണ്ടായിരുന്ന അവന്റെ ബുള്ളറ്റ് എടുത്ത് സ്റ്റാർട്ടാക്കി. ശരി, പോയിട്ട് വരാം. അവൻ അത് പറഞ്ഞപ്പോൾ അമ്മച്ചിയും അവളും ഉമ്മറത്ത് നിന്ന് അവനെ നോക്കി തലയാട്ടി. അവന്റെ ബുള്ളറ്റ് ഗേറ്റ് കടന്നു പോകുന്നത് അമ്മച്ചിയും അവളും നോക്കി നിന്നു. അവൻ ഇങ്ങനെയാ മോളെ, എങ്ങനെയൊക്കെ എന്നെ വട്ടാക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ അവൻ വട്ടാക്കും. ഇത്ര വളർന്നേ ഉള്ളൂ, കുറുമ്പിന് ഒരു മാറ്റവുമില്ല. മോളേതാ? അമ്മച്ചിക്ക് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിക്കുകയാണ്. അവൻ സ്നേഹിച്ച കൊച്ചു വല്ലതുമാണോ? ആണെങ്കിൽ അമ്മച്ചിക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. ഈ ലോറിയിൽ പോകുന്നത് കാരണം എവിടെയൊക്കെ നോക്കിയിട്ടും പെണ്ണ് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അവൻ സ്നേഹിച്ചിറക്കിക്കൊണ്ടുവന്നതാണെങ്കിൽ അമ്മച്ചി 2 കൈയും നീട്ടി സ്വീകരിക്കും. അമ്മച്ചിയോട് പറ, അങ്ങനെ വല്ലതുമാണോ? അമ്മച്ചി അവളുടെ അരികിലേക്ക് നിന്ന് സ്നേഹത്തോടെ ചോദിച്ചു. എന്തു പറയണമെന്ന് അവൾക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. എനിക്കൊരു സഹായം ചെയ്തതാണ് എബിയേട്ടൻ. ഞാൻ പറയാം അമ്മച്ചി കാര്യങ്ങളൊക്കെ. അവൾ അവിടെ നിന്ന് അമ്മച്ചിയോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ അമ്മച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അമ്മച്ചി അങ്ങനെ ഒരു പ്രകൃതമായിരുന്നു. ആരുടെ സങ്കടം കണ്ടാലും ഒപ്പം ഇരുന്ന് കരയും. മോള് വാ, അമ്മച്ചി ചായ എടുത്തു വെക്കാം. അവൻ ഇനി വരാൻ രാത്രിയാവും. അവൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അമ്മച്ചി അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശേഷം അവളെയും കൂട്ടി ഹാളിലേക്ക് ചെന്നു. 2 കസേര നീക്കിയിട്ട് ഒന്നിൽ അമ്മച്ചിയും ഒന്നിൽ അവളും ഇരുന്നു.
മേശപ്പുറത്തെ ജഗ്ഗിൽ നിന്ന് ഗ്ലാസ്സിലേക്ക് ചായ ഒഴിച്ച് അവൾക്ക് കൊടുത്തു. ഒരു കപ്പിൽ അമ്മച്ചിയും ചായ എടുത്തു. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്ത സങ്കടമാണ് മോളെ. ആരുടെ കഥയാണെങ്കിലും കേട്ടാൽ എന്റെ കണ്ണു നിറയും. ഞാനും അവനും അതിനു മാത്രം അനുഭവിച്ചിട്ടുണ്ട്. പഠിക്കാൻ മിടുക്കനായിരുന്നു എന്റെ മോൻ. പക്ഷേ ഈ ലോറിയും കൊണ്ട് നടക്കാൻ അവന്റെ യോഗം. +1 പഠിക്കുമ്പോഴാണ് അപ്പച്ചൻ പോയത്. ഞാനാണെങ്കിൽ അന്ന് കിഡ്നി പേഷ്യന്റും. അവന്റെ അപ്പച്ചൻ മരിക്കുമ്പോൾ നല്ല വീട് പോലും ഞങ്ങൾക്കില്ല. എന്റെ ചികിത്സ നടക്കണം, വീട്ടിലെ ചെലവ് കഴിഞ്ഞു പോണം, സഹായിക്കാൻ ആരുമില്ല. അവന്റെ അപ്പച്ചന്റെ വീട്ടുകാരും എന്റെ വീട്ടുകാരും ഒക്കെ പിണങ്ങി പിരിഞ്ഞു മാറി. പിണക്കമെന്ന് പറഞ്ഞാൽ സഹായിക്കേണ്ടി വരുമെന്ന് കരുതി ആരും വന്നു നോക്കാതെയായി. സഹായിക്കാനോ തിരിഞ്ഞു നോക്കാനോ പോലും ആരുമില്ലാതെ ഒറ്റപ്പെട്ടപ്പോൾ ലോറിയിൽ കിളിയായി പോയി തുടങ്ങിയതാ എന്റെ മോൻ. പിന്നെ ഡ്രൈവറായി. ദേ ഈ ഇരിക്കുന്ന പറമ്പ് 65 സെന്റ് സ്ഥലം അവൻ വാങ്ങിച്ചതാ. 2 നിലയുള്ള വീട് വെച്ചു. ഇപ്പൊ മുകളിലേക്ക് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒക്കെ എന്റെ മോന്റെ അധ്വാനം കൊണ്ടാണ്. ആര് നോക്കാനില്ലെങ്കിലും അമ്മച്ചിയെ ഞാൻ നോക്കുമെന്ന് അവൻ എപ്പോഴും പറയുമായിരുന്നു. ഇന്നുവരെ എന്റെ കുഞ്ഞെന്നെ പൊന്നുപോലെ നോക്കുന്നുണ്ട്. എന്റെ കണ്ണു നിറയാൻ അവൻ അനുവദിക്കുകയില്ല. എപ്പോഴും എന്തെങ്കിലും തമാശ പറഞ്ഞുകൊണ്ടിരിക്കും. അവന്റെ ഉള്ളിലുള്ള വിഷമങ്ങളൊക്കെ കടിച്ചമർത്തി വെച്ച് ബാക്കിയുള്ളവരെ സന്തോഷിപ്പിക്കാൻ നോക്കും. അവൻ അങ്ങനെ ഒരു പ്രകൃതമാണ്. അതായിരിക്കും മോളുടെ കഥയൊക്കെ കേട്ടപ്പോൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. മോള് വിഷമിക്കാതെ. അങ്ങനെ ഒരുത്തന്റെ കൂടെ ജീവിതകാലം മുഴുവൻ ജീവിക്കേണ്ടി വന്നില്ലല്ലോ. ചതിയനാണെന്ന് മനസ്സിലാക്കി ഈ ചെറിയ പ്രായത്തിൽ തന്നെ മോൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞല്ലോ. അതിന് ദൈവത്തിന് നന്ദി പറയാം. ആരുമില്ലാത്തവർക്ക് കർത്താവ് തുണയുണ്ടാകും. എന്നും എപ്പോഴും വിഷമിക്കാത്ത ചായ കുടിക്കി, അമ്മച്ചി അവളോട് പറഞ്ഞു. എബിയെപ്പോലെ തന്നെ നല്ല സ്നേഹമുള്ള അമ്മച്ചി. അവൾക്കപ്പോൾ മനസ്സിൽ തോന്നി. അവൾ അമ്മച്ചിയെ നിഷ്കളങ്കമായി ഒന്ന് നോക്കി. അമ്മച്ചിയോടൊന്ന് ചിരിച്ചുകൊണ്ട് അവൾ പതിയെ ചായ കുടിച്ചു. അന്ന് കുറെ നേരം അവൾ അമ്മച്ചിയോടൊപ്പം ഇരുന്ന് സംസാരിച്ചു. മനസ്സിലെ വേദനയും വിഷമവും ഒക്കെ എങ്ങോ പോയി മറയുന്നത് പോലെ അവൾക്ക് തോന്നി. കാരണം തനിക്ക് സ്നേഹിക്കാൻ ആരൊക്കെയോ ഉള്ളതുപോലെ. അത്രമേൽ സ്നേഹത്തോടെ അത്രമേൽ അടുപ്പത്തോടെയുള്ള അമ്മച്ചിയുടെ സംസാരവും ആ വീടും ചുറ്റുപാടുകളുമൊക്കെ അവൾക്ക് നന്നേ ഇഷ്ടപ്പെട്ടിരുന്നു. എല്ലാത്തിനേക്കാളും ഉപരിയായി നെഞ്ചു നീർന്ന വിഷമം ഉള്ളിലുണ്ടായിട്ടും അത് ഓർക്കാൻ ഒരു സമയം പോലും അവൾക്ക് കൊടുക്കാതെ അമ്മച്ചി അവളെ ആശ്വാസവാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിച്ചുകൊണ്ടിരുന്നു. കുളിച്ച് ഡ്രസ്സ് മാറി അമ്മച്ചിയോടൊപ്പം അടുക്കളപ്പണികളിൽ സഹായിച്ചും സംസാരിച്ചുമൊക്കെ അവളുടെ നേരം പോയി. രാത്രി ഒരു 9 മണിയൊക്കെ ആയപ്പോഴാണ് എബിയുടെ ബുള്ളറ്റ് അങ്ങോട്ട് എത്തിയത്. അമ്മച്ചിയെ തോർത്തിങ്ങെടുത്തേ, ഞാൻ കുളത്തിലൊന്ന് മുങ്ങിയിട്ട് വരാം. എബി അമ്മച്ചിയെ വിളിക്കുന്നത് അവർ രണ്ടുപേരും അകത്തേക്ക് കേട്ടു. രാവിലെ ആയാലും രാത്രി ആയാലും ജോലി കഴിഞ്ഞു വന്നാൽ അവന് കുളത്തിലൊന്ന് മുങ്ങി കുളിക്കണം. എത്ര ബാത്റൂമുകൾ വീട്ടിനകത്ത് ഉണ്ടാക്കിയിട്ടിട്ടുണ്ട്, എന്നാലും അവൻ അതാ ശീലം. മോൾ ഈ തോർത്ത് അങ്ങോട്ട് കൊടുത്തേ. രാത്രി തോരൻ വെക്കാൻ കേബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്ന അമ്മച്ചി അപ്പോൾ അപ്പുവിനോട് പറഞ്ഞു. അപ്പു തോർത്ത് കയ്യിൽ വാങ്ങി ഉമ്മറത്തേക്ക് ചെന്നു. എബി അപ്പോൾ ബുള്ളറ്റിന്റെ മിറർ ഗ്ലാസിൽ നോക്കി മുടി ചീകുകയായിരുന്നു. അവൾ അങ്ങോട്ട് വന്നതും എബി വേഗത്തിൽ അതിൽ നിന്ന് നോട്ടം മാറ്റി സ്റ്റെപ്പിനരികിലേക്ക് ചെന്നു. ഇതൊക്കെ എടുത്തുകൊണ്ട് തരാൻ പുതിയ ആളായോ ഇവിടെ? അവൻ അവളോട് ചോദിച്ചു. അവൾ അപ്പോൾ അവനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ഞാനൊന്ന് കുളത്തിൽ മുങ്ങിയിട്ട് വരാം, ഭക്ഷണമായോ? അവൻ എന്തെങ്കിലും ചോദിക്കണ്ടേ എന്ന് കരുതി അവളോട് ചോദിച്ചു. കൂട്ടാൻ വെച്ചു, അമ്മച്ചി കേബേജ് അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾ പറഞ്ഞു. ഇന്ന് കൂട്ടാൻ വെച്ചത് അവളാടാ. കരിമീൻ മുളകിട്ട് വെച്ചിട്ടുണ്ട്, നല്ല സൂപ്പറാ. നീ വേഗം കുളിച്ചിങ് വാ. നീ ഇതുവരെ കൂട്ടാത്ത മോഡൽ കറിയാ. എനിക്കിപ്പോൾ തന്നെ ചോറ് വിളമ്പി തിന്നാൻ തോന്നുന്നു. നന്നായിട്ട് പാചകം ചെയ്യൂട്ടോ ഇവള്. അത് പറഞ്ഞുകൊണ്ടാണ് അമ്മച്ചി അങ്ങോട്ട് വന്നത്. ആണോ? എന്നാ ഞാനിതേ എത്തിപ്പോയി. അവൻ അത് പറഞ്ഞ് തോർത്ത് തോളിലിട്ട് കുളത്തിനരികിലേക്ക് പോകാൻ ഒരുങ്ങുമ്പോൾ അപ്പു ചോദിച്ചു. ഇവിടെ എവിടെയാ കുളം? കുറെ ദൂരെയാണോ? ദൂരത്തൊന്നുമല്ല, ദേ നമ്മുടെ വീടിന്റെ പിറകിലാ. നമ്മുടെ പറമ്പിലെ കുളമാ. ഈ സ്ഥലം ഞങ്ങൾ വാങ്ങിക്കുമ്പോൾ വലിയ ഏതോ ഒരു നായര് തറവാടായിരുന്നു ഇവിടെ. അവരുടെ പറമ്പിലുള്ള കുളമാ. വാങ്ങിച്ചപ്പോൾ ഞാൻ ഒന്നായിട്ടിങ്ങ് വാങ്ങി. അതുകൊണ്ട് അവിടെ കുളിച്ച് ശീലമായി. അപ്പുവിന് ഇഷ്ടാണോ കുളത്തിൽ കുളിക്കാൻ? എബി അവളോട് ചോദിച്ചു. അയ്യോ, അങ്ങനെ ചോദിച്ചാ ഞാൻ ഇതുവരെ കുളത്തിൽ കുളിച്ചിട്ടില്ല. ഇഷ്ടമൊക്കെയാണ്, അവൾ പറഞ്ഞു. കുളം ദേ ഇതിന്റെ പിറകിലാണ്. നീ അവളെ കൂട്ടി ഒന്ന് കാണിച്ചു കൊടുത്തിട്ട് പോരെ. മോൾക്ക് കാണണമെങ്കിൽ ഒന്ന് അവന്റെ കൂടെ ചെന്ന് കണ്ടിട്ടിങ്ങ് പോര് കേട്ടോ, അമ്മച്ചി പറഞ്ഞു. കാണണമെങ്കിൽ വാ, എബിയും പറഞ്ഞു. അവൾ അപ്പോൾ ചിരിച്ചുകൊണ്ട് എബിയോടൊപ്പം മുറ്റത്തേക്ക് ഇറങ്ങി. എബി ഫോണിലെ ടോർച്ച് അടിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു. അമ്മച്ചി ഇപ്പൊ വരാട്ടോ, അവൾ അമ്മച്ചിയോട് പറഞ്ഞു. മോള് ചെല്ലേ. അമ്മച്ചി അവളെ നോക്കി ചിരിച്ചു. അവൾ എബിയോടൊപ്പം കുളക്കടവിലേക്ക് നടന്നു. അവർ രണ്ടുപേരും പോകുന്നത് അമ്മച്ചി ഉമ്മറത്ത് നിന്ന് നോക്കി നിന്നു. അതെ, അമ്മച്ചിയുടെ മനസ്സിലെ ആഗ്രഹവും അത് തന്നെയായിരുന്നു. ആ പെങ്കൊച്ചിന്റെ ഗതികേട് കണ്ടപ്പോൾ അവൻ അവളെ കൂട്ടിക്കൊണ്ടു വന്നതാണ്. അവൻ അവളോടൊരു ഇഷ്ടം കൂടി ഉണ്ടായിരുന്നെങ്കിൽ മതിയായിരുന്നു. എത്രയോ സ്ഥലത്ത് പെണ്ണന്വേഷിച്ചു പോയിട്ട് ലോറിപ്പണി കാരണം പെണ്ണ് കിട്ടാത്തതാണ്. ഈ പെങ്കൊച്ചും അവനും തമ്മിൽ പെട്ടെന്ന് കല്യാണം കഴിച്ചാൽ മതിയായിരുന്നു.
അമ്മച്ചി മനസ്സിൽ പറഞ്ഞു. എബിയോടൊപ്പം ടോർച്ചിന്റെ വെളിച്ചത്തിൽ പറമ്പിലേക്ക് നടക്കുമ്പോൾ എബി അപ്പുവിനെ ഒന്ന് നോക്കി. എന്തു പറ്റി? അവൻ അവളെ തന്നെ നോക്കുന്നത് കണ്ടപ്പോൾ അവൾ അവനോട് ചോദിച്ചു. ഏയ് ഒന്നുമില്ല. അവൻ അത് പറഞ്ഞ് മുന്നിൽ നടന്നു. അവൾ പിറകിലായും ചെന്നു. ദേ ഇതാണ് കുളം. കുളക്കടവിലെത്തിയപ്പോൾ എബി ചിരിച്ചുകൊണ്ട് പറഞ്ഞപ്പോഴാണ് അപ്പു ചുറ്റും നോക്കിയത്. നല്ല പടിക്കെട്ടുകളുള്ള പച്ച നിറത്തിലുള്ള വെള്ളം നിറഞ്ഞു നിൽക്കുന്ന അതിമനോഹരമായ ഒരു കുളം. കുളത്തിന് ചുറ്റും കെട്ടിയിരിക്കുന്ന മതിലിന്റെ മുകളിലുള്ള ഒരു സ്വിച്ച് ബോർഡിൽ എബി അമർത്തിയപ്പോൾ കുളത്തിന്റെ 4 ഭാഗത്തായും വെളിച്ചം പടർന്നു. ആ കുളം കണ്ടപ്പോൾ അപ്പുവിന്റെ മുഖമൊന്ന് തെളിഞ്ഞു. കണ്ണുകൾ വിടർന്നു. ശരിക്കും അവൾക്കത് വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നു. ഇനി അപ്പുവിനെ തിരിച്ചു കൊണ്ടാക്കാം, എന്നിട്ട് വേണം എനിക്ക് കുളിക്കാൻ, അവൻ പറഞ്ഞു. ഞാനൊന്ന് കാലു കഴുകിക്കോട്ടെ, കണ്ടിട്ട് കൊതിയാവുന്നു, അപ്പു അവനോട് പറഞ്ഞു. അതിനെന്താ, അപ്പു വന്നേ. അവൻ അവളുടെ കയ്യിൽ പിടിച്ചു. മെല്ലെ അവനൊപ്പം അവൾ കുളത്തിലേക്ക് ഇറങ്ങി. തണുത്ത വെള്ളത്തിൽ പതിയെ ഒന്ന് കാല് തൊട്ടപ്പോൾ ദേഹമാകെ ഐസാകുന്ന പോലെ അവൾക്ക് തോന്നി. ഒന്ന് കാല് കഴുകി അവൾ വേഗം തിരിച്ചു കയറി. അപ്പോഴും എബി അവളുടെ കയ്യിൽ പിടിച്ചിട്ടുണ്ടായിരുന്നു. എടി പെണ്ണെ, നിനക്ക് എന്റെ ഭാര്യ ആയിക്കൂടെ? മറ്റവൻ ചതിച്ചു പോയതൊക്കെ അങ്ങ് മറന്നേക്കൂ. അമ്മച്ചിയോടൊപ്പം എന്നോടൊപ്പം ഞങ്ങളുടെ എല്ലാമായി നിനക്ക് കൂടിക്കൂടെ? അമ്മച്ചിയോടൊപ്പം എന്നോടൊപ്പം ഞങ്ങളുടെ എല്ലാമായി നിനക്ക് കൂടിക്കൂടെ ഇവിടെ? അവനത് ചോദിച്ചപ്പോൾ അപ്പു ആകെ കണ്ണു തള്ളി നിൽക്കുകയായിരുന്നു. നിഷ്കളങ്കനായ എബിയെ പോലെ ഒരാളെയും അമ്മച്ചിയെ പോലെ സ്നേഹമുള്ള ഒരു അമ്മച്ചിയെയും ആർക്കാണ് ഇഷ്ടമാകാത്തത്? പക്ഷേ പരിചയപ്പെട്ട അന്ന് തന്നെ എബി അത് ചോദിച്ചപ്പോൾ അവൾക്ക് എന്തു പറയണമെന്നറിയില്ലായിരുന്നു. ഞാൻ പരിചയപ്പെട്ട് ഇപ്പോ തന്നെ ഇത് ചോദിച്ചതുകൊണ്ട് നീ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. എന്തോ മനസ്സ് ചോദിക്കാൻ തോന്നിപ്പിച്ചു, അതുകൊണ്ടാ. എന്നതേലും ഉള്ളിലുണ്ടെങ്കിൽ അത് വെച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവം എനിക്കില്ല, തുറന്നു പറഞ്ഞേക്കും. ഉത്തരം യെസ് ആണെങ്കിലും നോ എന്നാണെങ്കിലും പിന്നെ നമ്മൾ അതിനെക്കുറിച്ച് ആലോചിച്ച് അവലാതിപ്പെടണ്ടല്ലോ, അവൻ അവളോട് പറഞ്ഞു. അവളുടെ കണ്ണുകൾ അപ്പോൾ ഈറനണിഞ്ഞിരുന്നു. ഞാൻ മിന്നു കെട്ടിക്കോട്ടെ ഇവിടുത്തെ പള്ളിയിൽ വെച്ച്? ഇന്നോളം നീ അനുഭവിച്ച എല്ലാ വിഷമങ്ങളും മറക്കാൻ ഞാൻ നിൽക്കാം കൂടെ, പൊന്നുപോലെ നോക്കിക്കോളാം, അവൻ പറഞ്ഞപ്പോൾ അവൾ അവനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. എതിർത്തൊന്നും പറയാതെ അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. എന്റെ പെണ്ണായിക്കൂടെ? അമ്മച്ചി അറിഞ്ഞാൽ എപ്പോൾ സമ്മതിച്ചു എന്ന് ചോദിച്ചാൽ മതി, സന്തോഷമാകും. അത്രയ്ക്ക് നേർച്ചയുമായിട്ട് നടക്കുകയാണ് എന്റെ കല്യാണം ഒന്ന് കഴിഞ്ഞു കാണാൻ. ഞാൻ മനസ്സിൽ ഉറപ്പിച്ചോട്ടെ, എനിക്ക് വേണ്ടി ദൈവം എന്റെ മുന്നിൽ എത്തിച്ച ആളാണിതെന്ന്, അവൻ ചോദിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് അവൾ അവനോട് തലയാട്ടി. തലയാട്ടേണ്ട താമസം അവൻ അവളെ ചേർത്ത് പിടിച്ചു കഴിഞ്ഞിരുന്നു. പെട്ടെന്ന് അവൻ അവളെ അവന്റെ ശരീരത്തോട് ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചുപോയി. അവൾ സമ്മതം മൂളി ആവേശത്തിൽ ചെയ്തു പോയതായിരുന്നു. പെട്ടെന്നാണ് അവൻ അവളിലെ പിടിവിട്ടത്. സോറി അപ്പു, തെറ്റിദ്ധരിക്കരുത്, ഞാൻ പെട്ടെന്നറിയാതെ. അപ്പു സമ്മതം പറഞ്ഞ സന്തോഷത്തിൽ സോറി, അവൻ അവളോട് പറഞ്ഞു. എന്റെ ദേഹത്ത് അപ്പടി വിയർപ്പും പൊടിയും ഒക്കെയാണ്, ഞാൻ അത് ഓർത്തില്ല. അവൻ അത് പറഞ്ഞപ്പോൾ അപ്പു അവന്റെ കണ്ണുകളിലേക്ക് തന്നെ നോക്കി. എന്നിട്ട് അവന്റെ കൈകളിൽ ഒന്ന് മെല്ലെ പിടിച്ചു. ഞാൻ വിശ്വസിച്ചോട്ടെ, ആരുമില്ലാത്ത എനിക്കൊരു കൂട്ടായി ഈ ആളുണ്ടാകുമെന്ന്? അതിനുവേണ്ടിയാണ് എന്നെ മരണത്തിൽ നിന്ന് തിരികെ കൊണ്ടുവന്നതെന്ന് അവൾ അത് ചോദിച്ചപ്പോൾ അവന്റെ കണ്ണുകൾ നിറഞ്ഞു പോയിരുന്നു. വിശ്വസിക്കാം, ഈ ജന്മം മുഴുവൻ വിശ്വസിക്കാം, ഞാനുണ്ടാകും കൂടെ. അവനത് പറഞ്ഞപ്പോൾ അവൾ അവന്റെ നെഞ്ചിലേക്ക് ചേർന്ന് പൊട്ടിക്കരഞ്ഞുപോയി. അവന്റെ നെഞ്ചിലെ വിയർപ്പിലും പൊടിയിലും അവളുടെ മുഖം അമർന്നു. ആരും തുണയില്ലാത്ത ആ പാവം പെണ്ണിനെ അവൻ അവന്റെ ദേഹത്തോട് ചേർത്ത് പിടിച്ചു മുടിയിൽ തലോടിക്കൊണ്ട് അവളുടെ നെറ്റിയിൽ ഒരു കുഞ്ഞുമ്മ കൊടുത്തു. ആ കുളക്കടവിൽ വെച്ച് അവന്റെ ദേഹത്തെ പൊടിയോ വിയർപ്പോ അഴുക്കോ ഒന്നും നോക്കാതെ അവൾ ആ നെഞ്ചിന്റെ ചൂടറിയുകയായിരുന്നു. അപ്പോൾ അവൻ അവളെ ഒന്നുകൂടെ അവനോട് ചേർത്ത് മുറുക്കി. കുളക്കടവിലെ മതിൽക്കെട്ടുകളെയും കരിങ്കൽ പടവുകളെയും തഴുകി വരുന്ന ഒരിളം കാറ്റ് അവരെ വന്ന് തഴുകി. അവൻ അവളുടെ എല്ലാം ആവുകയായിരുന്നു. അവിടം മുതൽ ജീവിതത്തിൽ ഏറ്റവും വിഷമം അനുഭവിച്ച ആ ദിവസം തന്നെ ദൈവം ആ പെൺകുട്ടിക്ക് ഏറ്റവും സന്തോഷവും കരുതി വെച്ചിട്ടുണ്ടായിരുന്നു. ആ സന്തോഷത്തിലേക്ക് അവളെ എത്തിക്കാനാണ് നിയോഗം പോലെ അവൻ വന്നത്. അവന്റെ വണ്ടിയുടെ തലക്കെട്ട് പോലെ തന്നെ അവളുടെ മനസ്സിൽ അവൻ അപ്പോൾ രാജാവായിരുന്നു, അവളുടെ രാജാവ്.